നാമ മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫെനോ എം തോമസ് അച്ഛൻ, പ്രിയ ഈപ്പനച്ഛൻ, യുനസഖ്യാംഗങ്ങളെ, പ്രിയ ഇതിൻ്റെ മീറ്റിങ്ങിൻ്റെ ഭാഗമായിരിക്കുന്ന ഏവരുമേ, കോവിഡിൻ്റെ പ്രതിസന്ധി മൂലം നമുക്ക് ഒരുമിച്ച് കൂടുന്നതിന് അനേകം പരിമിതികളുണ്ട്. എന്നിരുന്നാൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ഒത്തിരി പോംവഴികൾ ഓൺലൈനായിട്ട് പോകുന്നുണ്ട്. ഒത്തിരി പേർ ഉപയോഗിക്കുന്നുമുണ്ട്. നമ്മുടെ ഇമാനുവൽ മർത്തോമ യുവജനസഖ്യമായി ഏകദേശം 11 മീറ്റിംഗ് ആയി ഇപ്പോൾ ഓൺലൈനായി കൂടി വരുന്നു. സ്ഥിരമായി എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 8 മണിക്ക് വളരെ സജീവമായി തന്നെ നമ്മൾ കൂടി വരികയുണ്ടായി. പ്രത്യേകിച്ച് ഇന്നു മുതൽ പുതിയ ഓൺലൈൻ സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. 5 ആഴ്ചത്തെ ക്രമീകരണമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് മുഖ്യ നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇടവക അംഗമായിരിക്കുന്ന ഈപ്പൻ വർഗീസ് അച്ഛനാണ്. നമുക്ക് ഏവർക്കും അറിയാം മർത്തോമ സഭ എന്താണ്, അതിന്റെ ചരിത്രം, അതിന്റെ പാരമ്പര്യം, അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ സീരീസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ഓൺലൈനായി ഇതിന്റെ ഭാഗമായിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി തന്നെ ഇമാനുവൽ മർത്തോമ ഇടവകയുടെ വികാരിയും യുവനസഖ്യത്തിന്റെ പ്രസിഡന്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫെനോ എം തോമസ് അച്ഛൻ വന്നത് കോവിഡിന്റെ സമയത്തായിരുന്നു. ഇങ്ങോട്ട് അച്ഛൻ മാറി വന്നപ്പോൾ മുതൽ തന്നെ വളരെ സജീവമായി യുവനസഖ്യത്തിനും നമ്മുടെ ഇടവകയ്ക്കും വേണ്ട എല്ലാ നേതൃത്വം നൽകി വരുന്നു. വളരെ സജീവമായി തന്നെ അച്ഛൻ യുവനസഖ്യത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും വേണ്ട എല്ലാ പ്രോത്സാഹനവും കൈത്താങ്ങലും അച്ഛൻ നൽകി വരുന്നു. അച്ഛന്റെ മേൽനോട്ടത്തിലാണ് ഇന്ന് ഇത്രയും വളരെ സജീവമായി തന്നെ ഓൺലൈൻ മീറ്റിങ്ങുകൾ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ലൈവായിട്ട് നമ്മൾ കുർബാന ചെയ്യുന്നുണ്ട്, ഓൺലൈൻ സൺഡേ സ്കൂൾ, ഓൺലൈനായിട്ട് സേവ്യാ സംഘം, ഇതെല്ലാം നമ്മൾ ലൈവായിട്ട് കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ യുവനസഖ്യത്തിനും പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാ യുവനസഖ്യ അംഗങ്ങൾക്കും എല്ലാ പ്രോത്സാഹനത്തിനും ഉള്ള നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ തന്നെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഈപ്പൻ വർഗീസ് അച്ഛനാണ്. അച്ഛനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നേപ്പാൾ ഇടവകക്കാർക്ക് നമ്മുടെ ഇടവക അംഗമാണ് പ്രിയ അച്ഛൻ. അച്ഛൻ ഇപ്പോൾ ഡൽഹിയില് സെന്റ് ജോൺ സ്കൂളിന്റെ പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഫരീദാബാദ് സെമിനാരി അധ്യാപകനായും സേവനമനുഷ്ഠിക്കുന്നു. പ്രിയ അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ തന്നെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഇതിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ യുവജന സഖ്യാംഗങ്ങൾ സ്ഥിരമായി വരുന്നവരുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇതിന് പുറത്തുനിന്ന് വന്നിരിക്കുന്ന അനേകം പേരുണ്ട്. ഇതിന്റെ ഭാഗമായിരിക്കുന്ന ഏവരെയും ഒറ്റവാക്കിൽ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് നിർത്തട്ടെ. നന്ദി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഇമാനുവൽ മർത്തോമ ഇടവകയിലെ യുവജനസഖ്യമായി ഒരുമിച്ച് കൂടി ഒരു പഠന സീരീസ് നാം ആരംഭിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഒരുമിച്ച് കൂടി വരുമ്പോഴെല്ലാം ഈ ഇടവകയിലെ യുവജനങ്ങളുടെ ഉള്ളിൽ ഉണർന്നു വന്ന സംശയങ്ങളും അവരുടെ ഉള്ളിൽ വിശ്വാസ സംബന്ധമായി സഭാ സംബന്ധമായി ഉണർന്നു വന്ന ചോദ്യങ്ങളെല്ലാം ചേർത്തിണക്കി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്ന് ഒരുമിച്ച് കമ്മിറ്റിയിൽ ആലോചിച്ചപ്പോൾ ഇതിനുവേണ്ടി ഒരു പഠന സീരീസ് നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുകയും അപ്രകാരം ഈ ഇടവകയിലെ യുവജനങ്ങളുടെ ആഗ്രഹപ്രകാരം അവരുടെ താല്പര്യപ്രകാരം ഇപ്രകാരം ഒരു മീറ്റിംഗ്, ഒരു സെഷൻ നമ്മൾ ക്രമീകരിക്കുകയാണ് ചെയ്തത്. ഇതിനുവേണ്ടി ആരാകണം ഇതിന് നേതൃത്വം നൽകേണ്ടത് എന്നുള്ള അന്വേഷണങ്ങളിൽ വിശ്വാസവും പാരമ്പര്യവും പകർന്നു കൊടുക്കേണ്ടത് മുതിർന്ന തലമുറ പിൻതലമുറയ്ക്കാണല്ലോ. അതിനേറ്റവും കഴിവുള്ളതും സാധ്യതയുള്ളതും കഴിയുന്നതും ഞങ്ങളുടെ ഇടവകയുടെ തന്നെ അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ഈപ്പനസിനാണ് എന്ന് തിരിച്ചറിയുകയും ഈ ഇടഭാഗമായിരിക്കുന്ന ഈപ്പനസിനെ തന്റെ പിൻതലമുറകൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ആ ക്ഷണം അച്ഛൻ സ്വീകരിച്ചു. ഇത് 5 സെഷനായി ഈ ക്ലാസുകൾ നടത്താമെന്ന് പ്രിയപ്പെട്ട അച്ഛൻ സമ്മതിച്ചു. വിശ്വാസത്തിന്റെ വളർച്ചകളിൽ ഈ 113 വർഷം ചരിത്ര പാരമ്പര്യമുള്ള ഇമാനുവൽ മർത്തോമ ഇടവകയ്ക്ക് അതിന്റെ പിൻതലമുറകൾക്ക് വിശ്വാസത്തിന്റെ കാര്യങ്ങളെ, സഭയുടെ ചരിത്രത്തെ, സഭ മുറുകെ പിടിക്കുന്ന വിശ്വാസാചാരങ്ങളെ പിൻതലമുറകൾ പറഞ്ഞു കൊടുക്കുവാൻ എത്രത്തോളം യോഗ്യനായ ആൾ ഈപ്പനച്ചൻ എന്നുള്ള തിരിച്ചറിവിൽ പ്രിയപ്പെട്ട ഈപ്പനച്ചനെ അതിനുവേണ്ടി അതിനുവേണ്ടി ആവശ്യപ്പെടുകയും അച്ഛനത് അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രിയ അച്ഛൻ ഇന്ന് യോഗത്തിൽ സംബന്ധിക്കുന്നു, മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. തുടർന്നുള്ള സെഷനുകൾക്ക് പ്രിയ അച്ഛൻ നേതൃത്വം നൽകുന്നു. ഈ ഇടവകയിൽ 3 അച്ഛന്മാരാണ് ഉള്ളത്. ഏറ്റവും സീനിയറായിട്ടുള്ള അച്ഛനാണ് ബഹുമാനപ്പെട്ട ഈപ്പനച്ചൻ. ബിനുജോ വർഗീസ് അച്ഛൻ അതിന്റെ ഒരു ദശകം പിന്നിൽ നിൽക്കുകയും ജോസി അച്ഛൻ അതിന്റെ ഒരു ദശകം കൂടെ പിന്നിൽ നിൽക്കുകയും ചെയ്യുന്ന അച്ഛനാണ്. 3 അച്ഛന്മാരാണ്. അവർ 3 പേരും ഇടവകയിൽ വിവിധ ഇടങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തു വരുന്നു. പ്രിയപ്പെട്ട ഈപ്പനച്ചൻ കഴിഞ്ഞ നാളുകളിൽ മർത്തോമ യുവനസഖ്യം ഏപ്രിൽ നൽകിയ നല്ല നേതൃത്വത്തെ ഓർക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഈ നാളുകളിൽ പ്രിയപ്പെട്ട അച്ഛനിലൂടെ സഭയ്ക്ക് നൽകുന്ന നേതൃത്വത്തിന് നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ സെഷൻ നടത്തുന്നതിനായി വളരെ സ്നേഹാദരവോടുകൂടെ ക്ഷണിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എന്നെ കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എത്രയും ബഹുമാനപ്പെട്ട ഫെനോ അച്ഛൻ, എൻ്റെ മാതൃ ഇടവകയിലെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട യുവജന സഖ്യ അംഗങ്ങളെ, മുതിർന്ന അംഗങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, മേപ്രായിലും മറ്റ് വിദൂര സ്ഥലങ്ങളിലും ഇരുന്ന് ഈ ഒരു കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫെനോ അച്ഛൻ എൻ്റെ ഒരു വളരെ നല്ല സുഹൃത്താണ്. അച്ഛൻ മേപ്രാൽ ഇമ്മാനുവൽ ഇടവകയുടെ വികാരിയായി വരുമ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷമായിരുന്നു. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ വളരെ അടുത്ത് ഇടപെടുകയും സംസാരിക്കുകയും അച്ഛൻ്റെ പഠനത്തെക്കുറിച്ചും എൻ്റെ പഠനത്തെക്കുറിച്ചും ഒക്കെ പല കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ആ ഒരു സൗഹൃദവും അച്ഛൻ്റെ ശുശ്രൂഷയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് എൻ്റെ മാതൃ ഇടവകയിലെ യുവജന സഖ്യാംഗങ്ങളുടെ, യുവതി യുവാക്കളുടെ ഒരു വലിയ താല്പര്യമാണ് ഇതുപോലെ ഒരു പ്രോഗ്രാമിന്റെ പിന്നിലുള്ളത്. അച്ഛൻ അത് വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യാനായിട്ടും അച്ഛൻ നല്ല രീതിയിൽ യൂത്തിനോട് റെസ്പോണ്ട് ചെയ്തു. അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാനിത് വാസ്തവത്തിൽ ഏറ്റെടുത്തത് ഇത് എൻ്റെ ഇടവകയായതുകൊണ്ടും ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ സ്വന്തം ആളുകളോടാണ്, എൻ്റെ സഹോദരങ്ങളോടാണ്, എൻ്റെ മക്കളോടാണ് എന്നുള്ള വലിയൊരു വികാര വായ്പിലാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ മേപ്രായിൽ നിൽക്കുകയാണ്. എൻ്റെ സ്വന്തം ഇടവകയായ ഇമ്മാനുവൽ ഇടവകയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലാണ് ഞാൻ എന്നുള്ള ഒരു വലിയ ഫീലിങ്ങോടുകൂടെയാണ് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ വിഷയത്തെക്കാളും ഇതിന്റെ മറ്റ് എന്ത് കാതലായ കാര്യത്തെക്കാളും എനിക്കുള്ള ഒരു വലിയ സന്തോഷം എനിക്ക് എൻ്റെ ഇടവകയോടും എൻ്റെ ഇടവകയിലെ എൻ്റെ പ്രിയപ്പെട്ടവരോടും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാൻ എന്തായിരുന്നു എന്ന് എൻ്റെ ഇടവകയിലെ മുതിർന്നവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിന്റെ രൂപാന്തരം കർത്താവിലൂടെയും അതിന് മുഖാന്തരമായത് എൻ്റെ ഇടവകയും എൻ്റെ ഇടവക പട്ടക്കാരും ആയതുകൊണ്ട് എനിക്ക് സഭയോട് വലിയ കടപ്പാടുണ്ട്. എൻ്റെ ഇടവകയോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സഭയെ കുറിച്ച് പഠിക്കുക എന്നുള്ള ഒരു ദൗത്യം കർത്താവിനെ ഏൽപ്പിച്ചപ്പോൾ അത് തെരഞ്ഞെടുത്തതും അത് ഏറ്റെടുത്തതും ഇന്ന് എൻ്റെ ഇടവകയോട്, എൻ്റെ തന്നെ സഹോദരങ്ങളായ യുവജന സഖ്യാംഗങ്ങളോട് സംസാരിക്കാം എന്ന് ഞാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഇതിനകത്തെ വലിയൊരു പാണ്ഡിത്യമോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് എന്തെങ്കിലും മേന്മയല്ല ഇപ്രകാരത്തിൽ സംസാരിക്കാനായിട്ട് എന്നെ ഒരുക്കുന്നത്. മറിച്ച് എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തു, എൻ്റെ ജീവിതത്തെ വീണ്ടെടുത്തു. അതിന് മുഖാന്തരമായത് എൻ്റെ ഇടവകയാണ്, എൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത പട്ടക്കാരാണ്, എന്നെ സൺഡേ സ്കൂള് പഠിപ്പിച്ച എൻ്റെ അധ്യാപകരാണ്, എൻ്റെ മാതാപിതാക്കളാണ്. ഞാൻ ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും വഴക്കിട്ടും ഒക്കെ എൻ്റെ കൂടെ നടന്ന എൻ്റെ യുവജന സഖ്യ അംഗങ്ങളാണ്. അങ്ങനെ പള്ളിയുടെ എല്ലാ മേഖലകളുമാണ് എന്നെ മരണകരമായ വഴികളിൽ നിന്ന് ജീവന്റെ വഴിയിലേക്ക്, സുവിശേഷത്തിന്റെ വഴിയിലേക്ക്, കർത്താവിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത് എന്നത് തന്നെയാണ് എന്നെ സംസാരിപ്പിക്കാൻ പ്രചോദിപ്പിക്കുന്ന കാരണം. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ മുതിർന്നവരെയും ഓർക്കുന്നു, എന്നെ പഠിപ്പിച്ചവരെ എല്ലാം ഓർക്കുന്നു, എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരെ ഓർക്കുന്നു, എൻ്റെ വികാരിയച്ഛന്മാരെ ഓർക്കുന്നു, ഇടവകയിലെ എല്ലാ മുതിർന്നവരെയും ഓർക്കുന്നു, എൻ്റെ മാതാപിതാക്കളെ ഓർക്കുന്നു. ഞാൻ സ്നേഹിച്ചും വഴക്കിട്ടും ഒക്കെ നടന്നിട്ടുള്ള എൻ്റെ എല്ലാ യുവജന സഖ്യ പ്രവർത്തകരെയും ഞാൻ ഓർക്കുന്നു.
ഇപ്പോഴുള്ള തലമുറയെയും ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടെ ഓർക്കുകയും വന്ദനം ചെയ്യുകയും ചെയ്യും. നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ചരിത്രം എന്നത് എന്താണ്? വാട്ട് ഈസ് ഹിസ്റ്ററി? ചരിത്രം പഴമയുടെ കഥയാണ്. സ്റ്റോറി ഓഫ് ദ പാസ്റ്റ്. പാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇന്നലെ പെയ്ത മഴ, ഇന്നലത്തെ മഴയാണ്, ഇന്നതില്ല. പിന്നെ ആ മഴയെക്കുറിച്ച്, ആ മഴ ബാക്കി വെച്ച വെള്ളം കാണും, അല്ലെങ്കിൽ ആ മഴയെക്കുറിച്ചുള്ള വാർത്ത കാണും, അതിന്റെ ഫോട്ടോ കാണും. അങ്ങനെയൊക്കെയുള്ള റെപ്രസെന്റേഷൻസ്, അങ്ങനെ ഒരു വാക്കാണ് നമ്മൾ അതിന് പറയുക. അങ്ങനെയൊക്കെയുള്ള എങ്ങനത്തെ മഴയായിരുന്നു, എന്ത് മഴയായിരുന്നു എന്നുള്ള വിവരണങ്ങൾ, റെപ്രസെന്റേഷൻസ് ആണ് നമുക്ക് ശേഷിക്കുന്നത്. ഇന്നൊരു മഴ പെയ്താൽ അത് ഇന്നത്തെ മഴയാണ്, അത് ഇന്നലത്തെ മഴയാകത്തില്ല. അപ്പോൾ ചരിത്രത്തിലെ സംഭവങ്ങൾ എന്ന് പറയുന്നത് കാലത്തിനും സ്ഥലത്തിന്റെ പരിമിതിക്കും വെളിയിലുള്ള കാര്യമാണ്. കഴിഞ്ഞു പോയതാണ്, അവ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള റെപ്രസെന്റേഷൻസ്, പ്രതിനിധീകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളുണ്ട്, ഇന്റർപ്രിട്ടേഷൻസ്. ഇന്നലത്തെ മഴ ഇത്ര ഡിഗ്രി ആയിരുന്നു, അതൊരു സയന്റിഫിക് നോളജാണ്. ഇന്നലത്തെ മഴ കനത്ത മഴയായിരുന്നു, അതൊരു ഇൻഫർമേഷനാണ്. ഇന്നലത്തെ മഴ പല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, അത് മറ്റൊരു ആസ്പെക്റ്റ് ആണ്. ഇന്നലത്തെ മഴ എനിക്ക് സുഖമായി ഉറങ്ങാനുള്ള സൗകര്യം തന്നു, അതെന്റെ വളരെ സബ്ജക്റ്റീവായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. മറ്റൊരാൾക്ക് മഴ ഇഷ്ടമായിരുന്നു, വേറൊരാൾക്ക് മഴ ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെ വിവിധ രീതിയിലാണ് മഴയെ സംബന്ധിച്ച വിവരണങ്ങൾ വരിക. അതുപോലെ തന്നെയാണ് ചരിത്രത്തിലെ ഒരു സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ പലരും പല രീതിയിൽ അതിനെക്കുറിച്ച് പറയും. നമുക്കറിയാം, നമ്മളിപ്പോ ചോദിക്കുകയാണ്, താജ്മഹൽ ആരാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ സ്കൂൾ കുട്ടികൾ പെട്ടെന്ന് ഉത്തരം പറയും, അത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് താജ്മഹൽ പണിതത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അത് പണിതത് എന്നൊക്കെ വേണേ ഒരു എസ്സേ എഴുതാൻ പറ്റും. പക്ഷെ ഷാജഹാൻ എന്ന് പറയുന്ന ചക്രവർത്തി താജ്മഹൽ പണിയാൻ വേണ്ടി ഒരു കുഞ്ഞു കല്ലെങ്കിലും പെറുക്കിയിട്ടുണ്ടോ? ഒരു അല്പം മണ്ണ് ചുമന്നിട്ടുണ്ടോ? മരം ചുമന്നിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ആ പണിയിൽ ഒരു തരത്തിലും വ്യാപരിച്ചിട്ടുള്ളയാളല്ല. പക്ഷേ ആരാണ് താജ്മഹൽ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഷാജഹാൻ ചക്രവർത്തിയാണ്. അത് പണിതത് തൊഴിലാളികളും അടിമകളും ഒക്കെ ആയിട്ടുള്ള ജനവിഭാഗങ്ങളാണ്. അവരാരായിരുന്നു? അവർക്ക് എന്താണ് സംഭവിച്ചത്? അവരെങ്ങനെയാണ് ജീവിച്ചത്? അവരെങ്ങനെയാണ് മരിച്ചത്? ഇതൊന്നും ചരിത്രത്തിന്റെ ഭാഗമല്ല, ചരിത്രത്തിലില്ല. ചരിത്രത്തിലുള്ളത് ഷാജഹാൻ മാത്രമാണ്. അത് ഒരു അധീശത്വ ചരിത്രമാണ്, ഭരിക്കുന്നവരുടെ ചരിത്രമാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു കാലം കഴിഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രം അത് മാത്രമല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. പിന്നെയോ അത് ഈ പണിയെടുത്തവരുടേതും കൂടെ ചരിത്രമാണ്, ഇതിൽ പങ്കെടുത്തവരുടെയും കൂടെ ചരിത്രമാണ്, ഇതിന്റെ വേദന അനുഭവിച്ചവരുടെയും കൂടെ ചരിത്രമാണ്, ഈ പണിക്കിടയിൽ മരിച്ചുപോയവരുടെ, രോഗം വന്നവരുടെ, പട്ടിണി കിടന്നവരുടെ, ഇതിനുവേണ്ടി ടാക്സ് കൊടുത്ത മനുഷ്യരുടെ ഒക്കെ കൂടെ ചരിത്രമാണ്, അവരുടെയൊക്കെ കൂടെ ജീവിതമാണ് ചരിത്രം. അപ്പോൾ അതിനെ ഒരു ഹിസ്റ്ററി ഫ്രം ബിലോ എന്നൊക്കെ നമ്മൾ പറയും. ഹിസ്റ്ററി ഫ്രം എബവ് ഉണ്ട്, ഭരിക്കുന്നവരുടെ ചരിത്രം. ഹിസ്റ്ററി ഫ്രം ബിലോ ഉണ്ട്, അത് ഭരിക്കപ്പെട്ടവന്റെ ചരിത്രം. ഹിസ്റ്ററി ഫ്രം ദ മാർജിൻസ്, ഹിസ്റ്ററി ഫ്രം ദ ഫ്രിഞ്ചസ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ചരിത്രം. ഏതെങ്കിലും ഒന്ന് മാത്രം ചരിത്രമാകത്തില്ല. പല തട്ടിലുള്ള മനുഷ്യർ ഒരു സംഭവ വികാസത്തിൽ എങ്ങനെയൊക്കെ അവര് അഫക്റ്റഡ് ആയി, അതിനോട് ചേർന്ന് പ്രവർത്തിച്ചു, അതെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ആ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ പല പല കഥകളാണ് ചരിത്രം.
അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചരിത്രത്തിന്റെ റെപ്രസെന്റേഷൻ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം വാദമാണ് പൂർണ്ണമായ ചരിത്രം എന്ന് ആരെങ്കിലും പറഞ്ഞാല് അത് വലിയ മൗഢ്യമാണ്. അതുകൊണ്ട് എല്ലാ കഥകളും കേൾക്കണം, വിവിധ സമൂഹങ്ങളുടെ കഥകൾ കേൾക്കണം. അത് കേൾക്കുമ്പോ എന്താ, പലതും പരസ്പര വിരുദ്ധമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഏതാ സത്യം എന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിന് പല പല കഥകളിൽ ഇടകലരുന്ന, എല്ലാവർക്കും ഒന്നിച്ചു പറയാനുള്ള ചില സംഭവങ്ങളെങ്കിലും കാണും. അതിനാണ് ഡയലോജിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഈസ് എ ഡയലോഗ്. വിവിധ സമൂഹങ്ങൾക്ക് കൺവേർജ് ചെയ്യാൻ പറ്റുന്ന, അവരെ ഒന്നിച്ച് പറയുന്ന ചില കാര്യങ്ങൾ കാണും. അപ്പോൾ അതിനെ നമുക്കൊരു ഫൗണ്ടേഷനായി എടുക്കാൻ സാധിക്കും. എടുത്തുകൊണ്ട് വിവിധ സമൂഹങ്ങൾ എങ്ങനെയാണ് ഈ അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയതെന്ന് പറയുന്നതിന് ഒരു വലിയ ഡൈനാമിക്സ് ആണ് ചരിത്രം. അതുകൊണ്ട് ചരിത്രം മൾട്ടി ഡയമെൻഷനലാണ്, വ്യത്യസ്തമായ കഥകളാണ്. ഇറ്റ് കനോട്ട് ബി എ സിംഗിൾ ഡയമെൻഷൻ. ഇത് നമ്മൾ വളരെ പ്രാരംഭമായി അടിവരയിടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പല ശബ്ദങ്ങൾ, ഉയരത്തിൽ നിന്നും താഴത്ത് നിന്നും വശങ്ങളിൽ നിന്നും ഒക്കെയുള്ള ശബ്ദങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കേൾക്കാൻ ഇടയായിത്തീരും. നമുക്കൊരു ചെറിയൊരു പ്രസന്റേഷൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. നമ്മൾ ഇനി നമ്മൾ ഈ ഒരു മലങ്കര സഭ, മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ കുറിച്ചുള്ള 5 സീരീസ് ആണ് നമ്മൾ പ്രാർത്ഥനാപൂർവം പ്ലാൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മാർത്തോമാ സഭ, മലങ്കര മാർത്തോമാ സുറിയാനി സഭ, ദി ലെഗസി ഓഫ് ഇറ്റ്സ് നെയിം. അതിന്റെ പേരിലൂടെയുള്ള ഒരു വിശദീകരണമാണ്. വളരെ ബേസിക് ആയ ചില കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. അതിന് മുമ്പ് ഒരു നിമിഷം നമുക്കൊന്ന് സൈലന്റ് ആയിട്ടിരിക്കാം, ഒരു നിമിഷം നമുക്ക് ശാന്തമായിട്ടിരിക്കാം. കാരണം പറഞ്ഞല്ലോ, ചരിത്രം വിവിധങ്ങളായ ശബ്ദങ്ങളാണ്. അതിനിടയ്ക്ക് ദൈവശബ്ദത്തിലൂടെ, ദൈവ കാഴ്ചയിലൂടെ ചരിത്രം കാണാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ, ഒരു മെഡിറ്റേഷനോടുകൂടെ, ഒരു ശാന്തതയോടുകൂടെ, ദൈവത്തോട് ചേർന്ന്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് ശാന്തതയോടുകൂടെ ഈ ക്ലാസ് ആരംഭിക്കാം. നിങ്ങൾക്ക് ഈ ഷെയർ ചെയ്ത സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ മെയിൻ തീം ഇങ്ങനെയാണല്ലോ, മൈ ചർച്ച്, ദ മാർത്തോമ, ഹിസ്റ്ററി, ഹെറിറ്റേജ് ആൻഡ് ലെഗസി. ഇന്നത്തെ സെഷനിൽ മാർത്തോമ ചർച്ച്, ലെഗസി ഓഫ് ഇറ്റ്സ് നെയിം, ഇതാണ് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. വാട്ട് ഈസ് ഹിസ്റ്ററി? ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ പാസ്റ്റ്. പാസ്റ്റ് ഈസ് റീകൺസ്ട്രക്റ്റഡ്. ഹൂസ് ഹിസ്റ്ററി? History from above, history from below, dialogue in history. What is the name of our church? എന്താണ് നമ്മുടെ സഭയുടെ പേര്? നമ്മൾ പെട്ടെന്ന് മാർത്തോമ ചർച്ച് എന്ന് പറയും.
എന്നാൽ നമ്മുടെ സഭയുടെ ഔദ്യോഗിക നാമം അതിന്റെ പൂർണ്ണ രൂപത്തിൽ മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് എന്നാണ്. നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഔദ്യോഗികമായ രേഖകളിലെല്ലാം മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് എന്നാണ് പേര് എഴുതിയിരിക്കുന്നത്. നേരത്തെയൊക്കെ മാർത്തോമ സിറിയൻ ചർച്ച് ഓഫ് മലബാർ എന്ന് എഴുതാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒഫീഷ്യലായി നമ്മൾ എഴുതുന്നത് മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം, മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച്. അതാണ് അതിന്റെ ഔദ്യോഗിക നാമം. മാർത്തോമ ചർച്ച് എന്നത് ആണ്, എന്നാൽ അതിന്റെ ഔദ്യോഗികമായ നാമം മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ഓരോ വാക്കുകൾ നമ്മളൊന്ന് എടുത്തിട്ട് പരിചയപ്പെടുകയാണ്. പലർക്കും അറിയാവുന്നതായിരിക്കാം, എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി വളരെ ബേസിക് ആയ ഈ കാര്യങ്ങൾ പറയട്ടെ. വാട്ട് ഈസ് മലങ്കര അല്ലെങ്കിൽ മലബാർ? മലബാർ എന്നാണ് ഏൻഷ്യന്റ് ഡോക്യുമെന്റ്സിലൊക്കെ തന്നെ നമ്മൾ ജീവിക്കുന്ന സൗത്ത് ഇന്ത്യൻ പ്രദേശത്തെ പരാമർശിക്കുന്നത്. പോർച്ചുഗീസ്, ഡച്ച് റെക്കോർഡ്സിലൊക്കെ നമ്മൾ മലബാർ എന്ന് കാണുന്നുണ്ട്. അതിനു മുമ്പുള്ള ഏൻഷ്യൻ റെക്കോർഡ്സിലും മലബാർ എന്നുള്ള പ്രയോഗം കാണാൻ സാധിക്കും. നോട്ട് എക്സാക്ട്ലി മലബാർ, മുലൈബാർ, അങ്ങനെ ചില ഡെറിവേഷൻസ് ഉണ്ട്. അറബ്സ് പറയുമ്പോഴുള്ള പ്രത്യേകതയുണ്ട്, ചൈനീസ് പറയുമ്പോൾ ഉള്ള പ്രത്യേകതയുണ്ട്. അറബ്സും ചൈനീസും ഒക്കെ ആ കാലഘട്ടത്തിൽ ഏൻഷ്യൻ ടൈമിൽ തന്നെ സൗത്ത് ഇന്ത്യയുമായി കോസ്റ്റൽ റീജിയൻ ആണല്ലോ സൗത്ത് ഇന്ത്യ. ഗുജറാത്ത് മുതൽ ഇങ്ങ് താഴെ കന്യാകുമാരി വരെ കോസ്റ്റൽ റീജിയൻ ആണ്, കടൽ തീരമാണ്. അവിടെ എല്ലാം ബ്രിസ്ക് ആയ ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവര് ട്രേഡേഴ്സ് കൊടുത്തിട്ടുള്ള പേരാണ് മലബാർ. കാരണം എന്താണ്? അവര് കപ്പലിൽ യാത്ര ചെയ്തു വരുമ്പോൾ, നമ്മൾ ഈ മകലിനെ കുറിച്ചൊക്കെ പഠിക്കുമല്ലോ, ഭൂമി ഉരുണ്ടതായിരുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, കപ്പലിൽ യാത്ര ചെയ്ത് ആദ്യം വരുമ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ലേ സ്ലൈഡ്സ്? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാമോ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ സ്ലൈഡ് ഷോ ആയിട്ട് സ്ലൈഡ് ഷോ ആയിട്ട് ചെയ്യാത്തത് അങ്ങനെ വരുമ്പോ എനിക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഫുൾ സ്ക്രീൻ ഇതിങ്ങനെ എടുക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? നമ്മള് ഈ കപ്പലിൽ വരുമ്പോൾ ആദ്യം കരയിലെ ഉയർന്ന പ്രദേശമായിരിക്കും കാണുക. അപ്പോൾ നമുക്ക് വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സും ഒക്കെ ഉണ്ടല്ലോ, പശ്ചിമഘട്ടം. അപ്പോൾ ഈ പശ്ചിമഘട്ടവും പൂർവഘട്ടം ഒക്കെ മലനിരകളാണ്. അപ്പോൾ വിദേശ യാത്രികർ കപ്പലിൽ വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഉയർന്ന മലകളാണ്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നോക്കിയാൽ മുഴുവൻ മലനിരകളാണെന്ന് പെട്ടെന്ന് തോന്നും. അങ്ങനെ അവർ കൊടുത്ത പേരാണ് മലബാർ, വിച്ച് മീൻസ് ലാൻഡ് ഓഫ് ഹിൽസ്. അത് കേരളം എന്ന് പറയാം, പക്ഷെ കേരളം അന്നില്ല. അല്ലെങ്കിൽ കേരളം എന്നുള്ള പേരുണ്ട്, പല ഏൻഷ്യൻ റെക്കോർഡ്സിലും കേരളം എന്നുള്ള പേരുണ്ട്. കേരളോൽപത്തി എന്നൊക്കെ പറയുന്ന ഏൻഷ്യൻ റെക്കോർഡ്സിൽ കേരള എന്നുള്ള പേരുണ്ട്, കേരളം എന്നുള്ള പേരുണ്ടെങ്കിലും നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന മോഡേൺ കേരള സ്റ്റേറ്റ് അല്ല, തമിഴകത്തിന്റെ ഭാഗമാണ്. തമിഴാണ് ഇവിടുത്തെ ഭാഷ. ഇവിടുത്തെ ആളുകൾ ദ്രവീഡിയൻസ് ആണ്, ദ്രാവിഡ വർഗത്തിൽപ്പെട്ടവരാണ്. ഇവിടുത്തെ മതം ബുദ്ധമതമാണ്, ഹൈന്ദവ മതമല്ല. പിന്നെ ബുദ്ധമതം മാത്രമല്ല, പ്രാകൃതമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രാകൃതം എന്ന് പറഞ്ഞാൽ അൺസിവിലൈസ്ഡ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, വളരെ ശൈശവാവസ്ഥയിലുള്ള റൂഡിമെന്ററി ആയ വളരെ ലോക്കലായ കാവുകളും ടോട്ടം വർഷിപ്പ്, മരം, മൃഗം ഇവയൊക്കെ ആരാധിക്കുന്ന വളരെ ഒരു ക്രൂഡായ ആദിമ രൂപത്തിലുള്ള ഒരു ഹൈന്ദവ ആചാരങ്ങൾ പല മേഖലകളിൽ ലോക്കലായി കാണാം. ഒട്ടും ഓർഗനൈസ്ഡ് അല്ല, വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പല വർഷിപ്പ് രൂപങ്ങളുണ്ട്. എന്നാൽ വളരെ ശക്തമായ ബുദ്ധ സാന്നിധ്യം, ബുദ്ധമത സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഹിന്ദു ടെമ്പിളുകളായി അറിയപ്പെടുന്ന പല ടെമ്പിളുകളും ബുദ്ധ വിഹാരങ്ങളായിരുന്നു.
ശബരിമല ശാസ്താ ടെമ്പിളിനെ കുറിച്ച് ചരിത്രകാരന്മാർ അപ്രകാരം ഒരു പ്രതിപാദനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല പ്രധാനപ്പെട്ട ടെമ്പിളുകളും ബുദ്ധവിഹാരങ്ങളായിരുന്നു. പിന്നീട് അത് ഹൈന്ദവ മേധാവിത്വം വന്നപ്പോൾ കൺവേർട്ടായി പോയിട്ടുള്ളതാണ്. പല ടെമ്പിളുകളുടെയും അകത്ത് പഠനം നടത്തിയാൽ പല ബുദ്ധ ഇൻസ്ക്രിപ്ഷൻസും കാണാൻ സാധിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊരു ബുദ്ധിസമായിരുന്നു പ്രീഡോമിനന്റ്ലി ഇവിടെ ഏൻഷ്യൻ പീരീഡിൽ, പ്രീ മോഡേൺ പീരീഡിൽ, ആദിമ നൂറ്റാണ്ടിലൊക്കെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റിലിജിയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ മലങ്കര എന്നുള്ളത് ഈ ലാൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. തമിഴകം, സൗത്ത് ഇന്ത്യ, കേരള. മലബാർ എന്ന് പറയുമ്പോൾ അത് ഈ നോർത്തേൺ കേരളയെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മലബാർ എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ അതല്ല നമ്മുടെ സഭയുടെ പേരിലുള്ള മലബാർ അഥവാ മലങ്കര എന്നുള്ളതിന്റെ അർത്ഥം. അത് ദി എൻറ്റയർ റീജൻ ഓഫ് കേരള. കേരളം എന്ന് പറയുന്ന മുഴുവൻ പ്രദേശത്തെയും ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് മലങ്കര. നമുക്ക് അടുത്തേക്ക് പോവാം. വാട്ട് ഈസ് മാർത്തോമ? മാർത്തോമ നമുക്കറിയാവുന്ന പോലെ സെന്റ് തോമസ് എന്നാണ് അർത്ഥം. സെന്റ് തോമസ്. മാർത്തോമ എന്നുള്ളത് സുറിയാനി ഭാഷയാണ്. സുറിയാനി ഭാഷയാണ് മാർത്തോമ. അതിന്റെ ഇംഗ്ലീഷാണ് സെന്റ് തോമസ്. മലയാളം വിശുദ്ധ തോമസ് എന്ന് പറയാം. അപ്പോസ്റ്റൽ ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ 12 അപ്പോസ്റ്റലന്മാരിൽ ഒരാളാണ് തോമസ്. തോമസിനൊരു മറുപേരുണ്ട്, ദിദിമോസ്, ഇരട്ട എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സഭ, കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും അവകാശപ്പെടാവുന്ന ഒരു പാരമ്പര്യമാണ് സെന്റ് തോമസ് പാരമ്പര്യം. ചർച്ച് ഫൗണ്ടഡ് ബൈ സെന്റ് തോമസ്. തോമസ് ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട സഭ. അതാണ് മാർത്തോമ എന്നതിന്റെ അർത്ഥം. നമ്മളൊരു അപ്പോസ്തോലികത്വം, ഒരു കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ, അപ്പോസ്തലന്മാരിൽ ഒരാളായ തോമസ് ലീഹായാൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട സഭയാണ്. സെക്കുലർ ചരിത്രകാരന്മാർ അതുപോലെ തന്നെ മിഷണറി ചരിത്രകാരന്മാർ പൊതുവെ ഇതിനോട് അത്ര താല്പര്യം കാണിച്ചിട്ടില്ല. അവര് തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു കാരണം, യൂറോപ്പൊക്കെ പേഗനായി നടന്ന കാലത്ത് നമ്മൾ ക്രിസ്ത്യാനികളായി എന്ന് പറയുന്നത് അവർക്കൊരു കുറച്ചിലാണ്. അതുകൊണ്ടാണ് പ്രധാനമായും അവർ തെളിവില്ല. 1-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾക്ക് എന്തോ തെളിവായിരിക്കും, എവിടുത്തെ കാര്യത്തിനാണ് തെളിവുണ്ട്? എങ്ങുമില്ല തെളിവ്. പക്ഷേ ചില തെളിവുകൾ ശക്തമാണ്. ഉദാഹരണത്തിന് 2 കാര്യങ്ങൾ. ഒന്ന്, കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ BC അവസാന കാലഘട്ടത്തിൽ തന്നെ യഹൂദന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജൂവിഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നു മട്ടാഞ്ചേരിയിൽ. മാത്രമല്ല, ഇന്ത്യയിലെ ആ കോസ്റ്റൽ റീജിയനിലെല്ലാം തന്നെ, മുംബൈ, ബോംബെയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് താഴോട്ട് ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയണില് താഴോട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്നു, മട്ടാഞ്ചേരിയിൽ. ഇങ്ങനെയൊക്കെ തന്നെ ഉള്ള സ്ഥലങ്ങളിൽ ജൂവിഷ് പ്രസൻസ് ഉണ്ടായിരുന്നു, ജൂവിഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നു. ജൂവിഷ് സെറ്റിൽമെന്റ് അവിടെ മാത്രമല്ല, പേർഷ്യയിൽ ഉണ്ടായിരുന്നു. അതായത് പാലസ്തീനിൽ നിന്ന്, യെരുശലേമിൽ നിന്ന് കേരളത്തിലേക്ക് വരുവാനുള്ള വഴികളിലെല്ലാം തന്നെ ജൂവിഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊരു ശക്തമായ സൂചനയാണ്. രണ്ടാമത്തേത്, ഈ ജെറുസലേം, പാലസ്തീൻ, പേർഷ്യ, ഇന്ത്യ, ചൈന, ഇത്രയും സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് യൂറോപ്പിലേക്ക് പോകുന്ന 2 സിൽക്ക് റൂട്ടുകൾ ഉണ്ടായിരുന്നു. സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് സിൽക്ക് അടക്കമുള്ള വസ്തുവകകൾ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയുള്ള റൂട്ടാണ്. ഇന്നത്തെ കൂട്ട് പ്ലെയിനിലും കപ്പലിലും ഒന്നുമല്ല, കാരവാൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാർ അവരവരുടെ സാധനങ്ങളുമായി കൂട്ടമായി യാത്ര ചെയ്യും. മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യും, കൂട്ടമായി. അതിലൂടെ യാത്രക്കാരും സുവിശേഷ പ്രചരണം നടത്തുന്നവരും മതപ്രചരണം നടത്തുന്നവരും എല്ലാം ആ കാരവാൻസിന്റെ കൂടെ വരാം, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യേശു കർത്താവിന്റെ ഒരു കൽപ്പന
search the lost sheep of my own tribe, that is Israel tribe. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ അന്വേഷിക്കുക എന്നൊരു കൽപ്പന കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ചിതറിപ്പോയ യഹൂദന്മാരെ, പേർഷ്യയിലും ചൈനയിലും ഇന്ത്യയിലും പാർക്കുന്ന യഹൂദന്മാരെ അന്വേഷിച്ച് സെന്റ് തോമസ് വന്നിരിക്കാം എന്ന ഒരു സാധ്യത ഒട്ടും തള്ളിക്കളയാൻ പറ്റുന്നതാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. സെന്റ് തോമസിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് അറിയാവുന്നതാണ്, അതൊന്ന് ഓർത്തിരിക്കണം. കാരണം പൊതുവെ തോമസിനെ കുറിച്ച് ഡൗട്ടിങ് തോമസ് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് പ്രചാരത്തിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും. തോമസ് അത്ര വിശ്വാസിയൊന്നും അല്ലായിരുന്നു, അവിശ്വാസിയായിരുന്നല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലാണ്. അങ്ങനെയല്ല. ശിഷ്യന്മാരിൽ വിശ്വാസം ഏറ്റവും ഉറപ്പായി പറഞ്ഞയാളാണ് തോമസ് ലീഹ. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അവസാന ഭാഗത്ത് യേശു 13-ലും 14-ലും യേശു യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നഥനയേലൊക്കെ സംശയിക്കുന്നുണ്ട്. അയ്യോ, അങ്ങോട്ട് പോയാൽ എങ്ങനെയാ എന്നൊക്കെ സംശയിക്കുമ്പോൾ ശിഷ്യന്മാരോട് ധൈര്യമുള്ള വാക്ക് പറയുന്നയാള് തോമസ് ലീഹയാണ്. തോമസ് ലീഹ പറയുന്നു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. ഒരു കറേജാണ്. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറയുന്ന കറേജാണ് തോമസ് ലീഹ. കർത്താവെ, നീ എങ്ങോട്ട് പോകുന്നു എന്ന് 14-ാം അധ്യായത്തിൽ ചോദിക്കുന്ന തോമസ് ലീഹയുടെ വഴി ഞങ്ങൾ അറിയുന്നില്ല. ഏതാണ് വഴി? നീ എങ്ങോട്ട് പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് 14-ാം അധ്യായത്തിൽ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തോമസ് ലീഹ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകും. കർത്താവിന്റെ ഞാനാകുന്നു എന്നുള്ള പറച്ചിലുകളിൽ വളരെ ശ്രദ്ധേയമായ ഒരു പറച്ചിലാണത്. അതിന് മുഖാന്തരമായത് തോമസിന്റെ ചോദ്യമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകും. യേശുവിനെ ആദ്യമായി ദൈവം എന്ന് ഏറ്റുപറഞ്ഞത് തോമസ് ലീഹയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അവസാന ഭാഗം. ആദ്യം യേശു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷനായപ്പോൾ തോമസ് ഇല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, അവനെ കണ്ടിട്ട് അവന്റെ മുറിവുകളിൽ തൊട്ടിട്ടുമല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ യേശു വീണ്ടും വന്നു, തൊട്ടു നോക്കാൻ പറഞ്ഞു. എന്റെ വിലാപ്പുറത്ത് കൈയിടുക, എന്റെ മുറിവുകളിൽ തൊട്ടു നോക്കുക, എന്റെ കൈ നീട്ടി ഇങ്ങോട്ട് തൊടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോമസ് തൊട്ടു നോക്കിയെന്ന്? എനിക്ക് തോന്നുന്നില്ല. തോമസ് തൊട്ടു എന്ന് യേശു വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. യേശു ഇത്രയും പറഞ്ഞപ്പോ തന്നെ ഒറ്റ വാക്കാണ് തോമസ് ലീഹയുടെ വായിൽ നിന്ന് വന്നത്, എന്റെ കർത്താവും എന്റെ ദൈവവും. ആദ്യമായി വേദപുസ്തകത്തിൽ യേശുവിനെ ദൈവം എന്ന് അഡ്രസ് ചെയ്യുന്നത് തോമസ് ആണ്. അതിനു മുമ്പ് മശിഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ ദൈവം എന്ന് പറഞ്ഞത് തോമസ് ലീഹയാണ്. കർത്താവും ദൈവവും ഇതൊരു പ്രധാനപ്പെട്ട വാക്കാണ്. അന്ന് കാലത്ത് റോമൻ ചക്രവർത്തിയെ വിളിക്കുന്ന ടൈറ്റിലാണ് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. റോമ ചക്രവർത്തിയുടെ ടൈറ്റിൽ എടുത്തിട്ടാണ് തോമസ് അപ്പോസ്തലൻ കർത്താവിന് കൊടുക്കുന്നത്. നോട്ട് ദ റോമൻ എംപറർ ബട്ട് യു ആർ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അത്ര വലിയ വിശ്വാസത്തിന്റെ ഉടമയാണ് തോമസ് അപ്പോസ്തലൻ. അത് മാത്രമല്ല, തോമസ് അപ്പോസ്തലനെ കുറിച്ച് പല പുസ്തകങ്ങളുണ്ട്. ആക്ട്സ് ഓഫ് തോമസ് എന്നൊരു പുസ്തകമുണ്ട്, ഗോസ്പൽ ഓഫ് തോമസ് എന്നൊരു പുസ്തകമുണ്ട്. അതെല്ലാം തോമസ് എഴുതിയതൊന്നുമല്ല, പിൽക്കാലത്ത് രചിക്കപ്പെട്ടതാണ്. ആക്ട്സ് ഓഫ് തോമസില് ഈ തോമസ് ലീഹ ഇന്ത്യയിൽ വരുന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. ഇന്ത്യയില് ഇൻഡോ പാർത്തിയൻ രാജ്യത്താണ്, അതായത് അഫ്ഗാനിസ്ഥാനും പിന്നെ വടക്ക് കിഴക്കൻ പ്രദേശത്തുള്ള വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ചില സ്ഥലങ്ങളും കൂടെ ചേർന്ന ഇൻഡോ പാർത്തിയൻ കിങ്ഡത്തിലാണ് അദ്ദേഹം വന്നത്. ഗോണ്ട ഫോറസ് എന്ന് പറയുന്ന രാജാവ് ഭരിക്കുമ്പോഴാണ് വന്നത്. ആബാൻ എന്ന് പറയുന്ന യഹൂദൻ വിളിച്ചിട്ടാണ് വന്നത്. രാജാവിന് വേണ്ടി ഒരു കൊട്ടാരൻ പണിയാനാണ് വന്നത്. ഇക്കാര്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്താണ് അന്ന് അവിടെ തോമസ് ചെയ്തത്? തോമസ് ചെയ്തത് രാജാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പണം കൊട്ടാരം പണിയുന്നതിന് പകരം സാധാരണ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. വൈ?
മിഷൻ എന്ന് പറയുന്നത് അന്ന് തന്നെ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യമാണ് മാർത്തോമാ സഭയുടെ പാരമ്പര്യം. മിഷൻ ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അതുകൊണ്ട് തോമസ് എന്നുള്ളതിനെ ഞാൻ അവിടെ വിടുകയാണ്. മാർത്തോമ മീൻസ് സെന്റ് തോമസ്, ഈ തോമസ് അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട സഭ. ഇത് നമ്മുടെ മാത്രം പാരമ്പര്യമല്ല, മലയാളത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളുടെയും പാരമ്പര്യമാണ്. കോമൺ നമ്മളെ അവരെല്ലാം കണക്ട് ചെയ്യുന്ന, എല്ലാവരും തമ്മിൽ പല വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് തോമസ് അപ്പോസ്തലൻ. ഒരു ചെറിയ കാര്യം കൂടെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ. ഈ പേർഷ്യൻ സഭയുടെയും പേട്രൺ സെയിന്റ് സെന്റ് തോമസ് ആണ്. എന്നാൽ പേർഷ്യൻ സഭയെ പറയുന്നത് അവരുടെ സഭ സ്ഥാപിച്ചത് സെന്റ് തോമസ് അല്ല, സെന്റ് തോമസിന്റെ ശിഷ്യന്മാരായ മാർ മാറി ആൻഡ് മാർ ആദായി എന്ന രണ്ടുപേരാണ്. പക്ഷെ അവര് സെന്റ് തോമസിന്റെ ശിഷ്യന്മാരായിട്ടാണ് അവർ കാണുന്നത്. മാർ മാറി ആൻഡ് മാർ ആദായി, ഇവര് രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ രസകരമായ ഒരു കാര്യം, ഇറാഖിൽ, പേർഷ്യ എന്ന് പറയുന്ന ഇറാഖാണ്, ഇറാഖിൽ മൊസൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് 3 ക്രൈസ്തവ ദൈവാലയങ്ങളുണ്ട്. ചെറിയൊരു വില്ലേജ് ആണ് മൊസൂൾ. അപ്പോൾ അവിടുത്തുകാരിയായ ഒരു ഡോക്ടറുണ്ട്, അവര് ക്രിസ്ത്യനാണ്. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി ഇൻ ഇറാഖ് എന്ന് പറഞ്ഞു. ആ പുസ്തകത്തിൽ രസകരമായ ഒരു കാര്യം പറയുന്നു. അവര് പറയുന്നു മൊസൂളിലെ ഒരു പള്ളിയുടെ പേര് മാർത്തോമ ചർച്ച് എന്നാണ്. ഓക്കെ, മൊസൂളിലെ ഒരു പള്ളിയുടെ പേര് മാർത്തോമ ചർച്ച് എന്നാണ്. ആ ചർച്ചിന്റെ പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് പോകുന്ന വഴി സ്ഥാപിച്ച പള്ളി, അതുകൊണ്ടാണ് അതിനെ മാർത്തോമ ചർച്ച് എന്ന് പറയുന്നതെന്നാണ് പറഞ്ഞത്. അത് കത്തോലിക്കന്റെ കയ്യിലാണ്. ഇപ്പൊ ആ പള്ളി ഇല്ല. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് IS, ഇസ്ലാമിക ഭീകര സംഘടന, തകർത്ത് കളഞ്ഞു, കൊണ്ടുവച്ചു. 2 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്രമാത്രം പേർഷ്യൻ ചർച്ചും സെന്റ് തോമസ് ആണ് ഇന്ത്യൻ ചർച്ച് സ്ഥാപിച്ചതെന്ന് ഏറ്റുപറയുന്നു. അങ്ങനെ പല രേഖകളും തെളിവുകളും ഉണ്ട്. അതിലേക്ക് വിശദമായി കടക്കാനുള്ള സമയം. അപ്പോൾ മലങ്കര മാർത്തോമ, സിറിയൻ എന്നതാണ് അടുത്തത്. AD 52 AD 52 SE കോമൺ ഇറ, സെക്യുലർ ടൈമിൽ ഇപ്പൊ കോമൺ ഇറ എന്നാണ് പറയുക. മലങ്കരയിലെ സുവിശേഷം പ്രസംഗിച്ചത് AD 72 മൈലാപ്പൂരിൽ വെച്ച് തോമസ് അപ്പോസ്തലൻ രക്തസാക്ഷിയായി, അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ കൊന്നു. ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറ പൊളിച്ച് ഭൗതിക അവശിഷ്ടങ്ങൾ പേർഷ്യയിലുള്ള, ഇറാഖിലുള്ള എഡേസ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ചരിത്ര റെഫറൻസസ് നമുക്കുണ്ട്. കാരണം അവിടുത്തെയും പേട്രൺ സെയിന്റ് ആയിരുന്നല്ലോ സെന്റ് തോമസ്, അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു ചോദ്യമാണ്, ഈസ് അവർ ചർച്ച് കാത്തലിക് ഓർ പ്രൊട്ടസ്റ്റന്റ് ഓർ ഓർത്തഡോക്സ്? ആർ വി സെപ്പറേറ്റഡ് ഫ്രം ജേക്കബൈറ്റ് ഓർത്തഡോക്സ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ, നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ചോദ്യമാണ്. നിങ്ങൾ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും, പ്രൊട്ടസ്റ്റന്റ് ആണോ കാത്തലിക് ആണോ? നമ്മൾ പ്രൊട്ടസ്റ്റന്റും അല്ല, നമ്മൾ കാത്തലിക്കും അല്ല. വാസ്തവത്തിൽ നമ്മൾ ഓർത്തഡോക്സും അല്ല. എന്താണ് ഈ കാത്തലിക്, പ്രൊട്ടസ്റ്റന്റ്, ഓർത്തഡോക്സ് എന്നൊക്കെ പറയുന്നത്? ഓരോ ചർച്ച് ട്രഡീഷനാണ്, സഭാ പാരമ്പര്യങ്ങൾ. അതിൽ നമ്മൾ വരുന്ന പാരമ്പര്യം എന്ന് പറയുന്നതാണ് സിറിയൻ എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത്. സിറിയൻ മീൻസ് സിറിയക് ഓറിയന്റൽ. ഇതൊരു സഭാ പാരമ്പര്യമാണ്. സിറിയക് ഓറിയന്റൽ എന്ന് പറയുന്ന സഭാ പാരമ്പര്യം. 3 പ്രധാനപ്പെട്ട സഭാ പാരമ്പര്യങ്ങളാണ് ഏൻഷ്യന്റ് ട്രഡീഷൻസ് ആണ് ഉള്ളത്. സിറിയക് ഓറിയന്റൽ, ലാറ്റിൻ കാത്തലിക്, ഗ്രീക്ക് ഓർത്തഡോക്സ്. ഇനി അല്പം ചരിത്രമാണ്, അല്പം ശ്രദ്ധയോടെ കേൾക്കുക. ഒന്ന്, ഈ കർത്താവിന്റെ ശുശ്രൂഷകളെല്ലാം കൂടുതൽ നടന്ന് ഗലീലയിലാണ്, പാലസ്തീനിൽ ഗലീലയിൽ. അത് വടക്കൻ പ്രദേശമാണ്, പാലസ്തീന്റെ വടക്കൻ പ്രദേശം. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് യെരുശലേമിലാണ്. അത്
പാലസ്തീന്റെ തെക്കൻ പ്രദേശം യഹൂദ. അപ്പൊ യെരുശലേമിലാണ് സഭ, യെരുശലേമിലും പാലസ്തീനിലും എല്ലാം കൂടെയാണ് സഭ ഉണ്ടായത്. അവിടുത്തെ ഭാഷ ആണ് അരാമ്യ ഭാഷ. അരാമ്യ ഭാഷ എന്ന് പറയുന്നത് ശരിക്കും ഹീബ്രു അല്ല, ഹീബ്രുവും പേർഷ്യനും കൂടെ കലർന്നതാണ്. പേർഷ്യയിൽ അവര് തടവിലായിരുന്നു 70 വർഷത്തോളം. ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി അവരുടെ ഫോർ ഫാദേഴ്സ് ആയിരുന്നു എന്നുള്ള വേദപുസ്തക വസ്തുത നമുക്ക് അറിയാമെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ അവരുടെ ഹീബ്രു ഭാഷ അവർക്ക് മിക്സ്ഡ് ആയി. ഹീബ്രുവും പേർഷ്യനും കൂടെ കലർന്ന ഒരു ഭാഷയായി. അതാണ് അരാമ്യ ഭാഷ. ആ അരാമ്യ ഭാഷയുടെ ഒരു ഡെറിവേഷൻ ആണ്, ഒരു വ്യത്യസ്ത രൂപമാണ് സിറിയക്. സിറിയൻ എന്നല്ല, സിറിയക് എന്നാണ് ലാംഗ്വേജിനെ കുറിച്ച് ഇപ്പോൾ പറയുക, സിറിയക് ലാംഗ്വേജ്. അപ്പോൾ സിറിയക് ലാംഗ്വേജിൽ ഉൾപ്പെടുന്ന, സിറിയക് ട്രഡീഷനിൽ ഉൾപ്പെടുന്ന ഒരു കുടുംബം, ഒരു ചർച്ച് എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ സഭ സിറിയക് ഓറിയന്റൽ എന്ന് പറയുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യെരുശലേമും പാലസ്തീനും യേശു ജീവിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ റോമൻ എംപയറിന്റെ ഉള്ളിലായിരുന്നു. അന്നത്തെ വളരെ പ്രബലമായ സാമ്രാജ്യം റോമൻ എംപയർ ആയിരുന്നു. വളരെ വിസ്തൃതമായിരുന്നത് കൊണ്ട്, പല രാജ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നത് കൊണ്ട്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, താഴോട്ട് ഈജിപ്റ്റ്, ആഫ്രിക്കയിലെ കുറെ രാജ്യങ്ങൾ, കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. പാലസ്തീൻ അടക്കമുള്ള ഏഷ്യയിലെ കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു, യൂറോപ്പിലെ കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന വലിയൊരു എംപയർ ആയിരുന്നു റോമൻ എംപയർ. ഈ റോമൻ എംപയറിനകത്ത് അത്രയും വിസ്തൃതമായ സാമ്രാജ്യമായിരുന്നത് കൊണ്ട് ഈ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചിരുന്നു, വെസ്റ്റ് എന്നും ഈസ്റ്റ് എന്നും. റോമിനോട് ചേർന്ന പ്രദേശങ്ങളാണ് വെസ്റ്റേൺ റോമൻ എംപയർ. കിഴക്ക് ഭാഗത്തുള്ളതാണ്, അല്ലെങ്കിൽ താഴോട്ടുള്ളതാണ്, പാലസ്തീനൊക്കെ ഉൾപ്പെടുന്നതാണ് ഈസ്റ്റേൺ റോമൻ എംപയർ. വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ റോമാണ്. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ. മലയാളത്തിൽ നമ്മൾ കുസ്തന്തിനോസ് പോലീസ് എന്ന് എഴുതും. ഇപ്പോൾ അത് തുർക്കിയിലാണ്. തുർക്കിയുടെ ക്യാപിറ്റലായ ഇസ്താംബൂളാണ്. നമ്മുടെ ക്രീഡ്, കൗൺസിലൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ നൈസിയൻ കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. കുസ്തന്തിനോസ് പോലീസ്, ഇസ്താംബുൾ, അതായിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ. രണ്ടിടത്തും രണ്ട് ഭാഷയായിരുന്നു. വെസ്റ്റേൺ റോമൻ എംപയറിൽ ലാറ്റിൻ ആണ് ഭാഷ, ലാറ്റിൻ. സാധാരണക്കാരും അടിമകളും സംസാരിക്കുന്ന വേറെ ഭാഷകൾ കാണും. ഇതെല്ലാം മുകളിലുള്ള കാര്യമാണ് നമുക്ക് പറയുന്നത്, ലാറ്റിൻ ലാംഗ്വേജ്. ഈസ്റ്റേൺ റോമൻ എംപയറിൽ ഗ്രീക്ക് ആണ് ലാംഗ്വേജ്, ഗ്രീക്ക് ഭാഷ. ഗ്രീക്ക് സംസ്കാരം, ഗ്രീക്ക് ഭാഷ അതായിരുന്നു ഡോമിനന്റ്. എന്നാൽ യഹൂദന്മാര് അരാമ്യ ഭാഷ സംസാരിച്ചിരുന്നു. യേശു അരാമ്യ ഭാഷയാണ് സംസാരിച്ചത്. യേശു സംസാരിച്ച ഏതെങ്കിലും അരാമ്യ ഭാഷ നമുക്കറിയാമോ? വേദപുസ്തകത്തിലുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 42-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ബാലയെ യേശു ഉയർപ്പിക്കുന്നു. ബാലയെ ഉയർപ്പിക്കാൻ വേണ്ടി യേശു പറയുന്ന വാക്കുകൾ അരാമ്യ ഭാഷയാണ്. തലീഥ കൂമി എന്നാ പറയുന്നത്. തലീഥ കൂമി. അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരു തബീഥ ഉണ്ട്, അതല്ല ഇത്. ഇത് തലീഥ എന്ന് വെച്ചാൽ ചെറിയ പെൺകുട്ടി, ലിറ്റിൽ ഗേൾ. കൂമി മീൻസ് കം ടു ലൈഫ്, റിസറക്റ്റ്. മലയാളത്തിൽ ബാലെ എഴുന്നേൽക്ക എന്നേ ഉള്ളൂ, പക്ഷെ അത് പോരാ. ലിറ്റിൽ ഗേൾ കം ടു ലൈഫ് എന്നാണ് യേശു പറഞ്ഞത്. ലിറ്റിൽ ഗേൾ റിസറക്റ്റ്. ഈ കൂമി എന്നുള്ള വാക്കിൽ നിന്നാണ് കൗമ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാണ്. അപ്പൊ കൂമി എന്നുള്ള അർത്ഥം കം ടു ലൈഫ് എന്നാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ എഴുന്നേൽക്കാനല്ല, കം ടു ലൈഫ് ആൻഡ് വർഷിപ്പ് ഗോഡ് എന്നാണ് അർത്ഥം. ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ.
ആരാധിക്കുന്നതിലൂടെയാണ് ജീവൻ ഉണ്ടാകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണ് സിറിയക് ട്രഡീഷൻ എന്നുള്ളതാണ്. സിറിയക് ട്രഡീഷൻ ഈ വെസ്റ്റേൺ റോമൻ എംപയറിൽ ലാറ്റിൻ ഭാഷയും ഈസ്റ്റേൺ റോമൻ എംപയറിൽ ഗ്രീക്ക് ഭാഷയും, കാലക്രമേണ ക്രിസ്തുമതം ഈ രണ്ട് പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ അവിടെ രണ്ടു തരം ട്രഡീഷൻസ് ആണ് ഉണ്ടായത്. റോമൻ ട്രഡീഷനെ, വെസ്റ്റേൺ ട്രഡീഷനെ ലാറ്റിൻ ട്രഡീഷൻ എന്നാണ് പറയുന്നത്. അതാണ് കാത്തലിക് ട്രഡീഷൻ. ലാറ്റിൻ ട്രഡീഷൻ, കാത്തലിക് ട്രഡീഷൻ, അതായത് റോമൻ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ലാറ്റിൻ ഭാഷ പ്രചരിച്ചിടത്ത് പ്രചരിച്ച ക്രിസ്തു മതത്തെ ലാറ്റിൻ കാത്തലിക് ട്രഡീഷൻ എന്ന് പറയുന്നു. കിഴക്ക് ഭാഗത്ത് ഗ്രീക്ക് ഭാഷയും സംസ്കാരവും പ്രചരിച്ചിരുന്നിടത്ത് പ്രചരിച്ച, എവിടുന്ന് പ്രചരിച്ചു? യെരുശലേമിൽ നിന്ന് പ്രചരിച്ചു. യെരുശലേമിൽ നിന്ന് പ്രചരിച്ചു. ഈസ്റ്റേൺ ഭാഗത്തെല്ലാം പ്രചരിച്ച, അവിടെ ഉണ്ടായ ക്രിസ്ത്യാനിറ്റിയെ ഗ്രീക്ക് ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറയും. മറ്റേത് വെസ്റ്റേൺ കാത്തലിക്, ലാറ്റിൻ, ഹിയർ ഈസ്റ്റേൺ ഓർത്തഡോക്സ്, ഗ്രീക്ക്. ഈ രണ്ട് ട്രഡീഷൻസ് റോമൻ എംപയറിനകത്താണ്. എന്നാൽ സിറിയക് ട്രഡീഷൻ റോമൻ എംപയറിനകത്തല്ല ഉണ്ടായത്. അത് പേർഷ്യയിലും ഇന്ത്യയിലും ചൈനയിലുമാണ് വ്യാപിച്ചത്. അപ്പോൾ രണ്ട് ഡയറക്ഷനിലാണ് ശിഷ്യന്മാര് പോയി, പൗലോസ് അപ്പോസ്തലൻ പോയി, തോമസ് പോയി ഒക്കെ ശുശ്രൂഷ ചെയ്യുന്നത്. രണ്ട് ഡയറക്ഷൻ, പല പല ഡയറക്ഷനിലാണ്. മർക്കോസ് എന്ന് പറയുന്ന സുവിശേഷം എഴുതിയ മർക്കോസ് ഈജിപ്തിലേക്ക്, ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. അവിടെയും റോമൻ എംപയർ തന്നെയാണ്. അവിടെ മർക്കോസിനാലാണ് സുവിശേഷം അറിയിക്കപ്പെട്ടത്. ശിഷ്യന്മാരും പൗലോസും ഒക്കെ കൂടുതലും, പത്രോസ് റോമിലും മറ്റും പ്രവർത്തിച്ചു. പൗലോസ് കൂടുതലും ഏഷ്യ മൈനർ, അതായത് തുർക്കി അതുപോലെയുള്ള സ്ഥലങ്ങളാണ്, ഗ്രീസ്, തുർക്കി പ്രദേശങ്ങളാണ് ഏഷ്യ മൈനർ, അവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് കാത്തലിക് ട്രഡീഷനും ഗ്രീക്ക് ഓർത്തഡോക്സ് ട്രഡീഷനും പിൽക്കാലത്താണ്, നേരമല്ല, പിൽക്കാലത്ത് ഡെവലപ്പ് ആയി വരുന്നു എന്നുള്ളത് നമ്മൾ കാണാം. അതിൽ നിന്ന് വ്യത്യസ്തമായി തോമസ് വന്നത് ആ വഴിക്കുകയല്ല. അദ്ദേഹം നേരെ ജെറുസലേമിൽ നിന്ന് പേർഷ്യ വഴി ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് ചൈന, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഡയസ്പോറ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് ചെയ്തത്. ആ സ്ഥലങ്ങളിൽ മശിഹ വന്നു എന്നവരെ അറിയിക്കുകയാണ് ചെയ്തത്. അവിടെ പ്രചരിച്ചത് ഈ ലാറ്റിൻ, ഗ്രീക്ക് ട്രഡീഷനുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത, റോമൻ എംപയറുമായി ഒരു കണക്ഷനും ഇല്ലാത്ത, ജെറുസലേമിൽ നിന്ന് നേരിട്ട് വന്ന ഗോസ്പലാണ്, സുവിശേഷമാണ്, ഫെയ്ത്താണ്. അവിടെ ഒക്കെ ഫ്ലറിഷ് ചെയ്ത് വന്നു. അതിനെയാണ് നമ്മൾ സിറിയക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. സിറിയക് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനോ അല്ലെങ്കിൽ ലാറ്റിൻ കാത്തലിക്, ഗ്രീക്ക് ഓർത്തഡോക്സിയിൽ നിന്ന് അതെങ്ങനെ ഡിഫറെന്റ് ആയിരിക്കുന്നു എന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം പരിമിതമാണ്. ഈ 15 മിനിറ്റ് കൊണ്ട് ഇത് കൺക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ വന്നാൽ ആ സമയത്ത് പറയാനായിട്ട് ശ്രമിക്കാം എന്ന് മാത്രം പറയും. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ട്രഡീഷനിൽ നിന്നും വ്യത്യസ്തമായി റോമൻ എംപയറിൽ നിന്ന് വെളിയിൽ മൂന്നാമതൊരു ട്രഡീഷനായിട്ടാണ് സിറിയക് ഓറിയന്റൽ ട്രഡീഷൻ വളർന്നു വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് പേർഷ്യയിലും ഇന്ത്യയിലും, അതായത് ഇറാഖ് പോലുള്ള സ്ഥലങ്ങളിലും ഇന്ത്യയിലും ചൈനയിലുമാണ് വ്യാപരിച്ചത്. ചൈനയിൽ ഇത് 9-ാം നൂറ്റാണ്ടോടുകൂടെ നിന്നുപോയി. പിന്നീട് 12-ാം നൂറ്റാണ്ടിന് ശേഷം കത്തോലിക്കരാണ് ചൈനയിൽ പോയിട്ട് സുവിശേഷം പറയുകയും സഭ സ്ഥാപിക്കുകയും ചെയ്തത്. സിറിയക് ട്രഡീഷൻ അവിടെ നിന്ന് പോയി. സിറിയക് ട്രഡീഷൻ സസ്റ്റെയിൻ ചെയ്തത് പേർഷ്യയിലും ഇന്ത്യയിലും. പേർഷ്യ, ഇന്ത്യ, ചൈന. പ്രത്യേകത എന്താണ്? ഹീബ്രു ക്രിസ്ത്യൻ ട്രഡീഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ ലോകവീക്ഷണം, യേശു എങ്ങനെ ദൈവവചനത്തെ, ന്യായപ്രമാണത്തെ കണ്ടു വ്യാഖ്യാനിച്ചു, അതേ ട്രഡീഷനാണ് ഹീബ്രു ക്രിസ്ത്യൻ ട്രഡീഷൻ. അതേ ട്രഡീഷനാണ് യെരുശലേമിൽ നിന്ന് പേർഷ്യയിലേക്കും ഇന്ത്യയിലേക്കും വന്നിട്ടുള്ളത്. എന്നാൽ ഗ്രീക്ക് തത്വചിന്തയും ലാറ്റിൻ ഭാഷയിലുള്ള ദർശനവും കൂടിക്കലർന്നപ്പോൾ ആ ഭാഗങ്ങളിൽ പ്രചരിച്ച ക്രിസ്തു മതവിശ്വാസത്തിന് ആ ചിന്താധാരകളുടെ സ്വാധീനം കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അതാണ്
ആ ട്രഡീഷൻസും സിറിയക് ട്രഡീഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഗ്രീക്ക് തത്വചിന്തയുടെയും ഭാഷയുടെയും സ്വാധീനം ഈസ്റ്റേൺ ഓർത്തഡോക്സ് ട്രഡീഷനിലുണ്ട്. ലാറ്റിൻ തത്വചിന്തയുടെയും ഭാഷയുടെയും സ്വാധീനം വെസ്റ്റേൺ റോമൻ കാത്തലിക് ട്രഡീഷനിലുണ്ട്. വേദപുസ്തകത്തെ, യേശുവിനെ, സുവിശേഷത്തെ, ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്നതിൽ ഇത്തരം സ്വാധീനങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. അത്തരം സ്വാധീനങ്ങൾ കൂടാതെ ജെറുസലേമിൽ നിന്ന് സിറിയക് ട്രഡീഷനിൽ വന്നിട്ടുള്ളതാണ് പേർഷ്യൻ ഇന്ത്യൻ ട്രഡീഷൻ. ഇത് വളരെ രസകരമാണ്. ഈ ഒരു കൊച്ചുദാഹരണം മാത്രം ഈ ഒരു ഡിഫറൻസ് പറയാൻ വേണ്ടി ഞാൻ പറയാം. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യേശു കർത്താവ് ചോദിക്കുന്നു, ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോ പത്രോസ് ചാടിക്കേറി പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു, കൊള്ളാം, നല്ലതാണ്, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവാണ് വെളിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞെങ്കിലും ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെടുന്നവനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പത്രോസിന് ഇഷ്ടപ്പെട്ടില്ല. അത് നമുക്കറിയാം അല്ലെ? ഈ ഗോസ്പൽ ഓഫ് തോമസ് എന്ന് പറഞ്ഞ ഈ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, കാനോനികമല്ല, വേദപുസ്തകത്തിൽ സ്വീകരിച്ചിട്ടുള്ളതല്ല, തോമസ് എഴുതിയതുമല്ല, 5-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ ട്രഡീഷനിൽ എഴുതിയതാണ്, എഡേസായിൽ എഴുതപ്പെട്ടതാണ്. 3-ാം നൂറ്റാണ്ടിലോ മറ്റും, 3-ഓ 4-ഓ 5-ഓ എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല, 3 to 5 അതായത്. അപ്പോൾ അതിനകത്ത് ഈ ചോദ്യം യേശു ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് സെന്റ് തോമസ് ആണ്. സെന്റ് തോമസിന്റെ മറുപടി വളരെ സിഗ്നിഫിക്കന്റ് ആണ്. സെന്റ് തോമസിന്റെ മറുപടി ഇങ്ങനെയാണ്: ലോർഡ്, ഹൗ ക്യാൻ മൈ മൗത്ത് utter what you are like? എന്റെ കർത്താവേ, നീ ആരാണ് എന്നുള്ളത് എന്റെ ബലഹീനവും മൺമയവുമായ നാവുകൊണ്ട് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? ദിസ് ഈസ് സിറിയക് ട്രഡീഷൻ. എന്നുവെച്ചാൽ ദൈവം എന്നതിനെ എക്സ്പ്ലോർ ചെയ്യുന്നതല്ല, ദൈവം എന്നതിനെ അത്ഭുതത്തോടെ ആദരവോടെ ആരാധിക്കുന്നതാണ് സിറിയക് ഓറിയന്റൽ ട്രഡീഷൻ. ഗ്രീക്ക് എക്സ്പ്ലോറേറ്റീവ് ആണ്, അതിങ്ങനെ തുറന്ന് റാഷണലായിട്ട് ചിന്തിക്കും. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ കൗൺസിൽസ്, കോൺട്രവേഴ്സീസ് എല്ലാം ഈസ്റ്റേൺ ട്രഡീഷനിലാണ്. ഏറിയനിസം, നെസ്റ്റോറിയനിസം, ഇതെല്ലാം അവിടെയാണ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം പിന്നീട്. ലാറ്റിൻ ട്രഡീഷനിലാണെങ്കിൽ ഗവർമെന്റാലിറ്റിയാണ്, എല്ലാം ഭരണപരമായിട്ട് അവർ കാണുന്നത്. ക്രൈസ്റ്റിനെ ഒരു സോവറിനിറ്റ് ആയിട്ടാണ് കാണുന്നത്, സോവറിൻ ഗോഡ് എന്നുള്ള നിലയ്ക്കാണ്. ഈസ്റ്റേൺ ട്രഡീഷൻ അങ്ങനല്ല, അഡ്മയറിങ്, അഡോറിങ്. ഇതാണ് ഒരു കാര്യം മാത്രം. വിശദീകരിക്കാനുണ്ട്, സമയപരിമിതി കൊണ്ട് അത് വിടും. AD 52 സുവിശേഷം അറിയിക്കപ്പെടുമ്പോൾ ഇവിടെ ആരാണ് ഉണ്ടായിരുന്നത്, ആരാണ് കൺവേർട്ട് ചെയ്യപ്പെട്ടത്? ഇതൊരു വേറൊരു കോൺട്രവേഴ്സിയാണ്. 4 ബ്രാഹ്മിൻ കുടുംബങ്ങളെ ഇവിടുത്തെ പൗരോഹിത്യം ഏൽപ്പിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതൊരു വളരെ സ്ട്രോങ് ട്രഡീഷൻ ആണ്. ശരിയാണേലും തെറ്റാണേലും അങ്ങനെ ഇറ്റ്സ് എ സ്ട്രോങ് ട്രഡീഷൻ. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കാളിയാങ്കൽ എന്ന 4 കുടുംബങ്ങളെ പൗരോഹിത്യം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ സെന്റ് തോമസ് ഇവിടെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു പൗരോഹിത്യം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ വേണേ ചുമതല ഏൽപ്പിച്ചു എന്ന് വേണേ പറയായിരിക്കും. ഹൗസ് ചർച്ചസ് ആണ് ആ സമയത്ത് യെരുശലേമിലൊക്കെ ഉള്ളത്, വീടുകളിൽ വരാന്തകളിൽ കൂടി വരുന്ന സഭ. അതിനപ്പുറത്തോട്ടൊന്നും സഭ വളർന്നിട്ടില്ല. പള്ളി സ്ഥാപിച്ചു എന്ന് പറയുന്നതിൽ പോലും പ്രശ്നമുണ്ട്. കാരണം അങ്ങനെ പള്ളി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കൊന്നും അന്ന് ക്രൈസ്തവ സമൂഹം വന്നിട്ടില്ല. അവരാരാധിക്കുന്നത് വീടിന്റെ വരാന്തകളിലും പിന്നെ ഒളിയിടങ്ങളിലും, അതായത് കാറ്റക്കുംസ്, ടൂംസ്, കല്ലറകളിൽ, അങ്ങനെയുള്ള ഒളിയിടങ്ങളിലൊക്കെ ആയിരുന്നു ക്രിസ്ത്യാനികൾ ആദിമ നൂറ്റാണ്ടിലൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പാരമ്പര്യത്തിൽ നിന്ന് വന്ന സെന്റ് തോമസ് പെട്ടെന്ന് ഒരു ദിവസം പള്ളി വെച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം അത് വാട്ട് ഡസ് ഇറ്റ് മീൻ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാൽ കോൺഗ്രിഗേഷൻസ് ഉണ്ടായി, ആരാധന കൂട്ടങ്ങൾ ഉണ്ടായി പല സ്ഥലങ്ങളിൽ. അതായിരിക്കും 7 പള്ളികൾ അല്ലെങ്കിൽ 7 അരപ്പള്ളികൾ, 7 കൂട്ടങ്ങൾ, 7 സ്ഥലത്ത്, 7 സ്ഥലത്ത് അല്ലെങ്കിൽ 7 സ്ഥലത്ത്.
ആ പള്ളികളുടെ പേരുകളൊക്കെ അറിയാവുന്നതാണ്, പിന്നീട് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ ഞാനത് പറയാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ബ്രാഹ്മിൻസിനെയാണ് കൺവേർട്ട് ചെയ്തത് എന്ന് പറയുന്നത്. ഒരു സെക്യുലർ ഹിസ്റ്റോറിയൻസ് വാദിക്കുന്ന ഒരു കാര്യം 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ബ്രാഹ്മിൻ ഇല്ലായിരുന്നു എന്നാണ്. എന്നാല് ബ്രാഹ്മിൻസ് തീരെ ഇല്ലായിരുന്നു എന്ന് അർത്ഥമില്ല. 8-9 നൂറ്റാണ്ടുകളിലൊക്കെയാണ് ബ്രാഹ്മണന്മാര് വളരെ ഗ്രൂപ്പായി ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. എന്നാൽ 1-ഉം 2ഉം ഒക്കെ ആയി ചെറിയ ചെറിയ കൂട്ടങ്ങളായി 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്, ചില പ്രോബബിലിറ്റീസ് മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഊഹിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സെന്റ് തോമസ് അന്വേഷിച്ചു വന്നത് യഹൂദന്മാരെയാണ്. ആ യഹൂദന്മാര് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും കൊല്ലത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അവരായിരുന്നിരിക്കണം ഫസ്റ്റ് ടാർഗറ്റ്. പൗലോസിന്റെ സ്ട്രാറ്റജിയിലും അങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യം പൗലോസ് ഏത് സ്ഥലത്ത് ചെന്നാലും ആദ്യം അവിടെ ഒരു സിനഗോഗ് ഉണ്ടോ എന്ന് നോക്കും, എന്നിട്ട് അവിടെ ചെല്ലും. അവരോട് ന്യായപ്രമാണ പ്രകാരം യേശുവാണ് മശിഹ എന്ന് പറയും. അപ്പൊ അവർ തല്ലി ഓടിക്കുമ്പോൾ ജാതികളുടെ അടുക്കിലേക്ക് പോകും. ഇത് തന്നെയായിരിക്കും സെന്റ് തോമസിനും പറ്റിയത്. ഇവിടെ വന്നു, യഹൂദന്മാരുടെ അടുക്ക പോയി, ചിലര് സ്വീകരിച്ചു കാണും, ചിലര് സ്വീകരിച്ചു കാണത്തില്ല. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിച്ചു. ദ്രവീഡിയൻസ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്, അവരോട് സംസാരിച്ചു. അങ്ങനെ വിവിധ ജാതികളിൽ പെടുന്ന ദ്രവീഡിയൻസ്, ബ്രാഹ്മൺ, ജൂ, യഹൂദന്മാർ ഒക്കെ ഉൾപ്പെടുന്ന ജാതികളിൽപ്പെട്ടവര് മാനസാന്തരപ്പെട്ട് ക്രിസ്തു മാർഗം സ്വീകരിച്ചിരിക്കാം. അന്ന് മാർഗം എന്നാണ് പറയുന്നത്, തോമയുടെ മാർഗം എന്നാണ് അറിയപ്പെട്ടത്. തോമയുടെ മാർഗം, ക്രിസ്തു മാർഗം എന്ന് തന്നെയുമല്ല, തോമയുടെ മാർഗം. അപ്പൊ തോമയുടെ മാർഗം, അതായത് സുവിശേഷം, അവർ സ്വീകരിച്ചിരുന്നിരിക്കാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജാതി സമൂഹം മാത്രമല്ല, പല ജാതി സമൂഹങ്ങൾ ചേർന്ന ഒരു സമൂഹമായിരുന്നു ക്രൈസ്തവ സമൂഹം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അനുമാനമേ സാധ്യമാവുള്ളൂ. വേറെ ഒരു കാര്യം, ബുദ്ധിസം ആയിരുന്നു കേരളത്തില്, അത് പറഞ്ഞല്ലോ. മൈഗ്രേഷൻ ഫ്രം പേർഷ്യ, ഈ പേർഷ്യൻ അഥവാ സിറിയൻ പേർഷ്യൻ ട്രേഡേഴ്സുമായിട്ടുള്ള ബന്ധം വളരെ സജീവമായി. 3-ാം നൂറ്റാണ്ടില്, 5-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും പേർഷ്യൻ മൈഗ്രേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കച്ചവട സംഘങ്ങൾ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പൗരസ്ത്യ ഈസ്റ്റ് സിറിയക് ഓറിയന്റൽ ക്രിസ്ത്യൻസ് ആണ്. അവര് വന്ന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവുമായിട്ട് ഇടകലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിറിയക് ഓറിയന്റൽ ഐഡന്റിറ്റി കുറച്ചുകൂടെ സ്ട്രോങ് ആയി, ശക്തമായി. അവരുടെ കൂടെ പട്ടക്കാരുണ്ടായിരുന്നു, അവരുടെ കൂടെ ബിഷപ്സ് ഉണ്ടായിരുന്നു, അവരുടെ കയ്യില് തക്സ ആരാധനക്രമം ഉണ്ടായിരുന്നു. അതൊക്കെ പിൽക്കാലത്ത് വന്ന ഡെവലപ്മെന്റ്സ് ആണ്. അങ്ങനെ ഈ സെന്റ് തോമസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭ സിറിയക് ഓറിയന്റൽ ട്രഡീഷനിൽ കുറച്ചുകൂടെ ആഴത്തിൽ വേരുറപ്പിച്ചു. സെന്റ് തോമസ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ സിറിയക് ഓറിയന്റൽ ട്രഡീഷനും ഇല്ല, കാത്തലിക് ട്രഡീഷനും ഇല്ല, ഓർത്തഡോക്സ് സഭയില്ല, അങ്ങനത്തെ ഒരു സഭകളും ഇല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. നിർമ്മല സുവിശേഷം പ്രസംഗിച്ചു. പിന്നീട് സുറിയാനി പേർഷ്യൻ കച്ചവടക്കാർ ഇവിടെ വന്ന്, അവർ ക്രിസ്ത്യാനികളായിരുന്നു, പേർഷ്യയിലെ ക്രിസ്ത്യാനികളായിരുന്നു. അവര് നമ്മുടെ ക്രൈസ്തവ സമൂഹവുമായിട്ട് ഇടകലർന്നപ്പോൾ നമ്മൾ സിറിയക് ഓറിയന്റൽ ഫാമിലിയിൽ കുറച്ചുകൂടെ രൂഢമൂലമായി, ഡീപ്പ് റൂട്ടഡ് ആയി. കാരണം അവരുടെ അച്ഛന്മാരുണ്ടായിരുന്നു, അവരുടെ ആരാധനക്രമം ഉണ്ടായിരുന്നു, അവരുടെ തിയോളജി ഉണ്ടായിരുന്നു, അവരുടെ വേ ഓഫ് ഇന്റർപ്രറ്റിംഗ് ദ ഗോസ്പൽ ഉണ്ടായിരുന്നു. ഒരു ട്രഡീഷൻ. എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ. ആരുടെങ്കിലും മൈക്രോഫോൺ ഓൺ ആണോ? ഒരെണ്ണം ഏബ്രഹാം സക്കറിയ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സിറിയൻ ക്രിസ്ത്യൻ കോപ്പർ പ്ലേറ്റ്, സിറിയൻ ക്രിസ്ത്യൻ കോപ്പർ പ്ലേറ്റ്
തരിസാപ്പള്ളി പട്ടയം എന്നും ഇതിന് പറയാറുണ്ട്, കൊല്ലം ശാസനം എന്ന് പറയാറുണ്ട്, സിറിയൻ ക്രിസ്ത്യൻ കോപ്പർ പ്ലേറ്റ് എന്നും പറയാറുണ്ട്. ഈ ക്നായിത്തോമയുടെ ഒക്കെ ചരിത്രം ഞാൻ അതിലോട്ട് കടക്കുന്നില്ല, സമയം പോകും. ക്നായിത്തോമ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ കച്ചവടക്കാരൻ വന്നിരുന്നുവെന്നും അദ്ദേഹത്തിന് നാട്ടുരാജാക്കന്മാർ ചില അവകാശങ്ങൾ കൊടുത്തതിന്റെ ചെപ്പേട് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ ചെപ്പേട് ആരുടെയും കയ്യിലില്ല. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ട്, പോർച്ചുഗീസ് ഡച്ച് രേഖകളിൽ അതിന്റെ വിവരണമുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തമായ അറിവില്ല, ഈ ചെപ്പേടുകൾ അവൈലബിൾ അല്ല. ഇരവിക്കൊർത്തൻ എന്ന് പറയുന്ന ഒരു കച്ചവട പ്രമാണിക്ക് കൊടുത്തതായിട്ട് പറയപ്പെടുന്ന ചെപ്പേഡിനെ കുറിച്ച് പരാമർശമുണ്ട്, അതിന്റെ വിവരണങ്ങളുണ്ട്, പക്ഷെ ചെപ്പേഡ് അവൈലബിൾ അല്ല. എന്നാൽ 9-ാം നൂറ്റാണ്ടിൽ വേണാട്ടിലെ രാജാവായിരുന്ന അയ്യനടികൾ തിരുവടികൾ, അദ്ദേഹം സിറിയൻ ക്രിസ്ത്യൻ, പേർഷ്യയിൽ നിന്ന് വന്ന സിറിയൻ ക്രിസ്ത്യൻ കച്ചവടക്കാരനായിരുന്ന ഒരാൾ. കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെയല്ല വരുന്നത്, കാരവാനാണ് വരുന്നത്, വലിയൊരു ഗ്രൂപ്പാണ് വരുന്നത്. അദ്ദേഹത്തിനൂടെ ബിഷപ്സ് ഉണ്ട്, ക്ലർജി ഉണ്ട്. അവർക്ക് കൊടുത്ത ഒരു പട്ടയമാണിത്. 72 അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഒരു കച്ചവട ബന്ധത്തിന്റെ കണ്ടീഷൻസ് ആണ്, ഒരു ഡീലാണ്. അപ്പോ അത് മരുവൻ സബ്രീഷു എന്ന് പറയുന്ന കച്ചവട പ്രമാണിക്കാണ് അത് കൊടുക്കുന്നത്. അയാൾ സിറിയൻ ക്രിസ്ത്യനാണ്, കൊല്ലത്താണ് അദ്ദേഹത്തിന് കൊടുത്തത്. പല പല അവകാശങ്ങളാണ്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയപരിമിതി മൂലം സാധിക്കുക. ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്, ലോകം മുഴുവൻ പഠിക്കുന്ന ഒരു വിഷയമാണ്. കാരണം കേരളത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ആദ്യത്തെ എഴുതപ്പെട്ട രേഖ, ചരിത്ര രേഖയാണ് ഈ പട്ടയം. The first historical inscription available about Kerala history. കൊച്ചു കൊച്ചു ശാസനങ്ങളൊക്കെ ഉണ്ട്, കല്ലുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ, പക്ഷെ ഒരു വലിയ ഒരു ട്രേഡ് കോൺട്രാക്ട് ഇൻ ഡീറ്റെയിൽസ് ഇതാണ്. ഈ 9-ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്കും കേരളം ഏത് രീതിയിൽ ജാതികളുടെ ഒരു സമൂഹങ്ങളായി രൂപപ്പെട്ടു എന്നുള്ളതൊക്കെ ഇതിനകത്ത് നല്ല രസകരമായിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വട്ടെഴുത്ത് ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്കാർക്കും വായിക്കാൻ പറ്റുന്ന മലയാളമല്ല. വലിയ സ്കോളേഴ്സ് ഇത് തന്നെ പ്രത്യേകം പഠിച്ചിട്ടുള്ള, അങ്ങനെ ഒരാളെ ഇപ്പൊ കേരളത്തിലുള്ളൂ, അത് M.R. രാഘവ വാര്യർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ഇത് വായിച്ചിട്ടുള്ള ഒരാൾ. പിന്നെ പല സാഹിത്യന്മാരും വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒക്കെയുള്ള കമ്മ്യൂണിറ്റീസ് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ക്രൈസ്തവരുമായി സംഘം ചേരുകയും അതിന്റെ പാരമ്പര്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് 6 എണ്ണമാണെന്ന് ചില സ്കോളേഴ്സ് പറയുന്നുണ്ട്, അല്ല 5 എണ്ണമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. 3 എണ്ണം ഓർത്തഡോക്സ് സഭയുടെ കയ്യിലും 2 എണ്ണം മാർത്തോമാ സഭയുടെ കയ്യിലും ഒറിജിനൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടുത്തെ മനുഷ്യർ എങ്ങനെയുള്ളവരായിരുന്നു? അന്നത്തെ ക്രിസ്ത്യാനികൾ ട്രേഡേഴ്സ് ആയിരുന്നു. വിശദീകരിക്കുന്നില്ല. പെപ്പർ, സ്പൈസസ്, ഓയിൽ, ഇതുപോലുള്ള കാര്യങ്ങൾ. ആശാന്മാര്, ടീച്ചേഴ്സ്, ഫാർമേഴ്സ്, സോൾജിയേഴ്സ് ആയിരുന്നു ചിലർ. സിനഡ് ഓഫ് ഡയംബർ. കത്തോലിക്ക സഭ 12-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിലേക്ക് മിഷണറിമാരെ അയക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് കത്തോലിക്ക സഭ ഇവിടെ വന്നതെന്ന് ഒരു ധാരണയാണ് ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല. 12-ാം നൂറ്റാണ്ട് മുതൽ കൊല്ലത്തും പല സ്ഥലങ്ങളിലും കത്തോലിക്ക വിശ്വാസികളുണ്ട്, പള്ളികളുണ്ട്, അവരുടെ അച്ഛന്മാരുണ്ട്. പേർഷ്യയിലേക്കും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും പോപ്പ് മിഷണറിമാരെ അയച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കണം, പോപ്പിന്റെ ഒരു വലിയ പ്രത്യേകത, പോപ്പ് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ആയിരുന്നു അന്ന്. ഇന്നും അതെ, ഇന്ന് പക്ഷേ സ്ഥലം കുറച്ചേ ഉള്ളൂ, വത്തിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് അദ്ദേഹം കുറച്ചുകൂടെ വലിയ വിപുലമായ രാജ്യത്തിന്റെ അധിപനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചെങ്കിസ് ഖാൻ പോലെയുള്ള ചൈനയിലെ വലിയ രാജാക്കന്മാരുടെ രാജധാനിയിലേക്കും മാത്രമല്ല ഇന്ത്യയിലെ അക്ബറിന്റെ രാജധാനിയിലേക്കും അദ്ദേഹത്തിന്റെ അംബാസിഡേഴ്സിനെ അയക്കാൻ കഴിയുമായിരുന്നു. ആ രീതിയിൽ അവർ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോർച്ചുഗീസുകാരുടെ വരവ്. ലോകത്തിലെ ആദ്യത്തെ കോളനി മലബാറാണ്, കേരളമാണ്, ഇന്ത്യയാണ്. അങ്ങനെ കോളനി വൽക്കരിക്കപ്പെടുകയാണ്. അമേരിക്ക കൊളംബസ് അതിന് മുമ്പ് കണ്ടുപിടിച്ചെങ്കിൽ പോലും കോളനി വൽക്കരണം പിന്നീടാണ് വരുന്നത്.
അങ്ങനെ ആദ്യത്തെ കൊളോണിയലിസം ആരംഭിക്കുന്നത് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, കോഴിക്കോടാണ്, കാപ്പാടാണ്. വാസ്കോഡിഗാമ വന്ന് കാലുകുത്തി. അതിനുശേഷമുള്ള സംഭവങ്ങൾ വിശദീകരിക്കുന്നില്ല. ഏകദേശം 1599 സിനഡ് ഓഫ് ഡയംബർ, ഉദയംപേരൂർ സുന്നഹദോസ്. പല കാരണങ്ങൾ അതിനോട് ഉണ്ട്, വിശദീകരിക്കുന്നില്ല. ഇവിടുത്തെ സഭ ഈ പറഞ്ഞ പോലെ കാത്തലിക്കോ ഓർത്തഡോക്സോ അല്ലല്ലോ. കാത്തലിക് ഓർത്തഡോക്സ് ട്രഡീഷൻ ആയിരുന്നില്ല. പിന്നെയോ സിറിയക് ഓറിയന്റൽ ട്രഡീഷൻ, പേർഷ്യൻ ചർച്ചുമായിട്ടാണ് കണക്ഷൻ. സിറിയക് ഓറിയന്റൽ ട്രഡീഷൻ ആയതുകൊണ്ട് അതിനെ നെസ്റ്റോറിയൻ ആണ് എന്ന് വിളിച്ചു. നെസ്റ്റോറിയൻ ഉപദേശമൊക്കെ വിശദീകരിക്കേണ്ടതാണ്, കടക്കുന്നില്ല, പിന്നീട് എപ്പോഴേലും സമയം കിട്ടിയപ്പോൾ. അപ്പോ അതൊരു ഹെറസിയാണ്. എന്നാൽ ഈ പേർഷ്യൻ ചർച്ച് നേരത്തെ തന്നെ ഞങ്ങൾ നെസ്റ്റോറിയൻ അല്ല എന്ന് പറയുകയും കാൽഡിയൻ സിറിയൻ ചർച്ച് എന്നുള്ള പേര് സ്വീകരിക്കുകയും ചെയ്തു 5-ാം നൂറ്റാണ്ടിൽ തന്നെ. 491 ആണെന്നാണ് എന്റെ ഓർമ്മ. മലങ്കര സഭയും ആ തരത്തിൽ നെസ്റ്റോറിയൻ ആയിരുന്നില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്, അതൊരു ബ്രാൻഡിങ് ആണ്. എന്നാൽ കത്തോലിക്കൽ വിചാരിച്ചു ഇതൊരു ശരിയായ സഭയല്ല, ശരിയായ ക്രൈസ്തവ സഭയല്ല. വിശ്വസിക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. ആ കാലഘട്ടമായപ്പോഴേക്കും ക്രൈസ്തവര് വളരെയധികം ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിൽ പെട്ടുപോയി. ആ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും കൂടെ ആയിരിക്കണം ഇത് ശരിയായ ക്രിസ്ത്യാനിറ്റി അല്ല എന്ന് അവർക്ക് തോന്നുന്നു. ഒരു നിർബന്ധം മാത്രമല്ല, പെപ്പർ, കുരുമുളക് വില കുറച്ച് ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. അത് അറബികൾക്കാണ് സുറിയാനി ക്രിസ്ത്യാനികൾ വിറ്റുകൊണ്ടിരുന്നത്. അത് അറബികൾക്ക് കിട്ടാതെ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടണം, അതിന് ഞങ്ങളുടെ മതത്തിൽ ഇവരെ ചേർക്കണം. അതും ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് സിനഡ് ഓഫ് ഡയംബർ ഉണ്ടാകുന്നത്. നിർബന്ധമായി ഇവിടുത്തെ സഭയെ തോക്കിൻ മുനയിൽ നിർത്തി രാജാവിനെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗീസ് അധികാരികൾ അലക്സിസ് ഡി മെനസിസ് എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിന് 33 വയസ്സോ 32 വയസ്സേ ഉള്ളൂ അന്ന്, അദ്ദേഹത്തിന്റെ നിർബന്ധത്താൽ ഈ സഭയെ കാത്തലിക് ചർച്ചാക്കി മാറ്റി. ഇടക്കാലത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, സമയപരിമിതി കൊണ്ട് വിടുകയാണ്. നമ്മൾ അതിനകത്ത് അധികം നിന്നില്ല. 1653 ഒരു സത്യം, ഒരു ഓത്ത് ഉണ്ടായി, കൂനൻ കുരിശ് സത്യം. അതൊക്കെ കൂടുതൽ പോപ്പുലർ ആയതുകൊണ്ട് കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. ആ സത്യത്തോടുകൂടെ നമ്മൾ കാത്തലിക് ഫോൾഡ് വിട്ടു. കാത്തലിക് സഭ വിട്ട് പുറത്തു വന്നെങ്കിലും കത്തോലിക്കര് മലങ്കര സഭയിൽ തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവർ വളരെയധികം പ്രവർത്തിച്ചതിന്റെ ഫലമായി കുറച്ചൊക്കെ സൂത്രവും പ്രയോഗിച്ചു. ഫലമായും പിന്നെ ഈ പെപ്പർ ട്രേഡ് കണ്ടിന്യൂ ചെയ്യണമല്ലോ സിറിയൻ ക്രിസ്ത്യൻസിന്. അതുകൊണ്ടുമൊക്കെ നല്ലൊരു വിഭാഗം, ശ്രദ്ധിക്കുക, നല്ലൊരു വിഭാഗം കത്തോലിക്ക വിശ്വാസത്തിലേക്കും സഭയിലേക്കും തന്നെ മടങ്ങിപ്പോയി. ഇപ്പൊ തന്നെ സഭ ഡിവൈഡ് ചെയ്തപ്പോൾ ഓർത്തഡോക്സ് യാക്കോബയുടെ കാര്യം കണ്ടല്ലോ, ഏതാണ്ട് അതേപോലെ ഒരു അവസ്ഥ സംജാതമായി. സ്വത്തും കാര്യങ്ങളും എല്ലാം കത്തോലിക്ക സഭയുടെ കയ്യിലും, ജനങ്ങൾ കുറച്ചുപേരും പള്ളികളും ഇല്ല, സമ്പത്തും ഇല്ലാത്ത ഒരു ദരിദ്രമായ തകർന്ന അവസ്ഥയില് മലങ്കര സഭ നിലനിൽക്കുകയും ചെയ്യും. ആരാധനക്രമമില്ല, ജനമില്ല, മെത്രാനില്ല, പട്ടക്കാരില്ല, വല്ലാത്തത്. ആ സമയത്താണ് റിലേഷൻഷിപ്പ് വിത്ത് ഈസ്റ്റേൺ ചർച്ച്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് നമ്മൾ ഉണ്ടാകുന്നത്. അതായത് അന്ത്യോക്യയിൽ നിന്നുള്ള മെത്രാന്മാർ ഇവിടെ വരാൻ തുടങ്ങി. അന്ത്യോക്യയിൽ നിന്ന് നമുക്ക് കൈവപ്പ് കിട്ടി. മാത്രമല്ല അന്ത്യോക്യൻ ലിറ്റേർജിയാണ് നമ്മൾ സ്വീകരിച്ചത്, സെന്റ് ജെയിംസ് ലിറ്റേർജി. സെന്റ് ജെയിംസ് ലിറ്റേർജി ഒരു ഏൻഷ്യൻ ലിറ്റേർജിയാണ്. സെന്റ് ജെയിംസ് ലിറ്റേർജിയിലൂടെയാണ് നൈസിയൻ ക്രീഡ്, നൈസിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, എഫസൂസ് എന്ന് പറയുന്ന കൗൺസിൽസ്, അതിന്റെ വിശ്വാസങ്ങള് ഒക്കെ നമ്മളിലേക്ക് വന്നത്. നമ്മളാരും, നമ്മുടെ സഭയിൽ നിന്ന് ആരും ഈ കൗൺസിൽസിലൊന്നും പോയിട്ടില്ല. കണക്ടിങ് ടു യൂണിവേഴ്സൽ ചർച്ച്, നമ്മുടെ സഭയെ ആഗോള സഭയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സെന്റ് ജെയിംസ് ലിറ്റേർജി. ലോകത്തിൽ പല സഭകളും സെന്റ് ജെയിംസ് ലിറ്റേർജി ഉപയോഗിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഒരു എക്യുമെനിക്കൽ റിലേഷന്റെ അടയാളം കൂടെയാണ് സെന്റ് ജെയിംസ് ലിറ്റേർജി. ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഘട്ടം വരെയുള്ള സഭയെ കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യം. അപ്പോ ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ ബ്രീഫ്ലി ഇതാണ് പറയുന്നത്. നമ്മൾ സെന്റ് ജെയിംസ് ലിറ്റേർജി സ്വീകരിച്ചു, അന്ത്യോക്യ സഭയുടെ കൈവപ്പ് സ്വീകരിച്ചു എങ്കിലും നമ്മൾ ഓർത്തഡോക്സ് ചർച്ചായി മാറുകയല്ല ചെയ്തത്. നമ്മളൊരു മറ്റൊരു ചർച്ചായി മാറുകയല്ല ചെയ്തത്. എന്നാൽ ചില പ്രയോഗങ്ങൾ വരുന്നുണ്ട്. ഡച്ചുകാർ വന്നപ്പോൾ ഇവിടെ 2 തരം ക്രിസ്ത്യാനികളുണ്ട്. ഒന്ന് റോമൻ കാത്തലിക്സ് ആണ്, മറ്റേത് മലങ്കര സഭയാണ്.
അതുകൊണ്ട് അവർ തിരിച്ചറിയാൻ വേണ്ടി റോമൻ കാത്തലിക്സിനെ ലാറ്റിൻ കാത്തലിക്സ് എന്നും അല്ലെങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യൻസ് എന്നും മലങ്കരക്കാരെ സിറിയൻ ക്രിസ്ത്യൻസ് എന്നും വിളിച്ചു. അങ്ങനെയാണ് സിറിയൻ എന്നുള്ള ടൈറ്റിൽ വാസ്തവത്തിൽ ചരിത്രപരമായി നമുക്ക് ലഭിക്കുന്നത്. തിരിച്ചറിയാൻ വേണ്ടി കത്തോലിക്കരെ ലാറ്റിൻ ക്രിസ്ത്യൻസ് എന്നും കത്തോലിക്കരല്ലാത്തവരെ സിറിയൻ ക്രിസ്ത്യൻസ് എന്നും ഡച്ചുകാര് വിളിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം കത്തോലിക്ക സഭയുടെ ഒക്കെ ശേഷം പിന്നീട് ആംഗ്ലിക്കൻസ് വന്നപ്പോൾ, ഇംഗ്ലീഷുകാർ വന്നപ്പോൾ വീണ്ടും നമ്മളെ നെസ്റ്റോറിയനായിട്ടാണ് അവർ കാണുന്നത്. ആ സമയത്ത് നമ്മൾ നെസ്റ്റോറിയൻ അല്ല, മാത്രമല്ല ഈ സെന്റ് ജെയിംസ് ലിറ്റർജി, മാർ യാക്കോബിന്റെ തക്സ എന്നാണ് മലയാളത്തിൽ. മാർ യാക്കോബിന്റെ തക്സ ഉപയോഗിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് യാക്കോബായക്കാർ. ഓർത്തഡോക്സ് എന്നല്ല അതിന്റെ അർത്ഥം. മാർ യാക്കോബിന്റെ തക്സ ഉപയോഗിക്കുന്നവരെ, ആ സഭകളെ റെഫർ ചെയ്യുന്നതാണ് യാക്കോബായ സഭ എന്ന്. ഇറ്റ് ഡസന്റ് മീൻ ഓർത്തഡോക്സ്. അതാണ് എൻ്റെ ഒരു പൊസിഷൻ. വിയോജിക്കുന്നവരുണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ സെന്റ് ജെയിംസ് ലിറ്റർജി ഉപയോഗിച്ചു. ആ തരത്തിൽ നമ്മൾ യാക്കോബായക്കാരായി. പക്ഷെ യാക്കോബായ വിശ്വാസമോ യാക്കോബായ പാരമ്പര്യമോ നമുക്കില്ല. കാരണം നമ്മള് യാക്കോബായ ട്രഡീഷൻ ഉണ്ടായിടത്തല്ല ഉണ്ടായത്. ആ തരത്തിലല്ല നമ്മുടെ ഹിസ്റ്ററിയും ഡെവലപ്മെന്റും ഉണ്ടായത്. എന്നാൽ യാക്കോബായ കണക്ഷൻ ആണ് ഈ പറഞ്ഞ സെന്റ് ജെയിംസ് ലിറ്റർജി. നമുക്കൊരു എക്യുമെനിക്കൽ കണക്ഷൻ ഉണ്ട്. ഇത്രയും കൊണ്ട് പറഞ്ഞ് ഞാൻ ഇവിടെ ഈ ഒരു ടോപ്പിക് കൺക്ലൂഡ് ചെയ്യുകയാണ്. തുടർന്ന് നമുക്ക് ചോദ്യങ്ങള് ചർച്ചകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. പ്രയോറിറ്റി യങ്സ്റ്റേഴ്സ്, യൂത്ത് മെമ്പേഴ്സിനാണ്. മറ്റ് ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്റർടൈൻ ചെയ്യാം. ചോദിക്കാൻ സമയം ലഭിക്കുന്നില്ലെങ്കിൽ ഇമെയിൽ ത്രൂ ചോദ്യങ്ങൾ തരാം. പിന്നീട് നമുക്ക് അതെല്ലാം ക്രോഡീകരിച്ച് ഒരു സെഷൻ അതിനുവേണ്ടി തന്നെ എടുക്കാനായിട്ടും സാധിക്കും. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ഗോഡ്. താങ്ക് ലോർഡ്. Acha, I had a doubt. ആരാ പറയുന്നേ? Alfie. Acha, the doubt is, you had mentioned ki the mission that was given to the apostles was to spread the gospel to the lost tribes of Israel. But Matthew chapter 28 verse 19 says, "Go to all people everywhere and make them my disciples." So isn't that contradicting each other? അതിനു മുമ്പുള്ള ഭാഗത്തിൽ മാത്യുവിന്റെ ചാപ്റ്ററിൽ തന്നെ, മാത്യൂസ് ഗോസ്പലിൽ തന്നെ, ചാപ്റ്റർ എനിക്ക് റെഫർ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. യേശു ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത്, തനിക്ക് മുമ്പായി അയക്കുന്ന സമയത്ത്, നിങ്ങൾ ശമര്യരുടെ പട്ടണത്തിൽ പ്രവേശിക്കാതെയും ജാതികളുടെ അടുക്കൽ പോകാതെയും ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കൽ തന്നെ പോകുക എന്നൊരു കമാൻഡ്മെന്റ് പറയുന്നുണ്ട്. അപ്പോ ദാറ്റ് കമാൻഡ്മെന്റ് ഈസ് ഓൾറെഡി ദേർ. അതിനെ കുറച്ചുകൂടെ എൻലാർജ് ചെയ്യുന്നതാണ് മാത്യു 28-ലേത്. അതും നിലനിൽക്കുന്നു. പക്ഷേ ആദ്യത്തേതും ഇമ്പോർട്ടന്റ് ആണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദനെ നേടുക എന്നുള്ളത് അവരുടെ വലിയൊരു മാൻഡേറ്റ് ആണ്. അതുകൊണ്ട് തോമസ് യഹൂദന്മാരെ ടാർഗറ്റ് ചെയ്തു. പക്ഷേ ബ്രോഡർ സെൻസിൽ യേശു പറഞ്ഞ മാത്യു 28-ലെ കമാൻഡ്മെന്റും സ്വീകരിച്ചു. അതുകൊണ്ടാണല്ലോ യഹൂദന്മാരുടെ അല്ലാത്തവരുടെ അടുക്കലും പോയത്. സോ ഇറ്റ് ഈസ് നോട്ട് കോൺട്രഡിക്ടറി. ബോത്ത് കമാൻഡ്മെന്റ്സ് പ്രിവെയിൽ. Thank you, Acha. Could you suggest some references or books based on today's class? Okay. പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയാം, പിന്നീട് പറയാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റിട്ടേൺ ഹിസ്റ്ററി ആക്ച്വലി ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. റീസെന്റ് സ്റ്റഡീസിന്റെ ഫൈൻഡിങ്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ആ തരത്തിലുള്ള വർക്കുകൾ അങ്ങനെ സോളിഡ് ആയ വർക്കുകൾ അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്
ഇംഗ്ലീഷിലും മലയാളത്തിലും പബ്ലിഷ്ഡ് ആയിട്ട് ഒരു വർക്കുണ്ട്. മലയാളമായിരിക്കും ഒരു പക്ഷെ അവൈലബിൾ ആകുക, CSS കിട്ടും. ഒരു ഫ്രീ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സഭയിലെ ഒരു ബിഷപ്പ് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. മലങ്കര സഭയെ കുറിച്ച് പഠിച്ച അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ബിഷപ്പ് ജോൺ ഫെൻവിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബിഷപ്പ് ജോൺ ഫെൻവിക്. വിസ്മൃതിയിലായ പിതാക്കന്മാർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. വിസ്മൃതിയിലായ പിതാക്കന്മാർ. ഇംഗ്ലീഷിൽ അതിന്റെ ടൈറ്റിൽ ഫോർഗോട്ടൺ ബിഷപ്സ് എന്നാണ്. ഫോർഗോട്ടൺ ബിഷപ്സ്. ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു വർക്ക്. പക്ഷേ ഈ വർക്കിലും പ്രശ്നങ്ങളുണ്ട്. ഇത് തോഴിയൂർ സഭയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിന്റെ പെർസ്പെക്റ്റീവ് വേറെയാണ്. എങ്കിലും കുറെ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിനകത്ത് കിട്ടും. മെൽവിൻ ചോദിക്കുന്നത്, ആദ്യ 3 പൊതു സുന്നഹദോസ് മാത്രം അംഗീകരിക്കുന്നതിനാൽ മാർത്തോമാ സഭ ഒരു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയാണ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ്. അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കോംപ്ലിക്കേറ്റഡ് പൊസിഷൻ ആണ്. കാരണം ഓർത്തഡോക്സി എന്ന് പറയുന്നത് 3 പൊതു സുന്നഹദോസിന്റെ ടീച്ചിങ്സ് മാത്രമല്ല. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. അതിൽ പല കാര്യങ്ങളും നമുക്ക് നമ്മളുടെ ട്രഡീഷനിൽ ഉള്ളതല്ല, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഒരു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയാണ് എന്ന് നമ്മൾ പറയുന്നത് കംപ്ലീറ്റ്ലി ശരിയാകത്തില്ല. 3 പൊതു സുന്നഹദോസിനെയും സുന്നഹദോസിലെ തിയോളജിയെയും നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ സഭയിലേക്ക് വന്നത് നമ്മൾ സെന്റ് ജെയിംസ് ലിറ്റർജി സ്വീകരിച്ചപ്പോൾ മാത്രമാണ്. അല്ലാതെ നമ്മുടെ ഫെയ്ത്തിന്റെ ഭാഗമായി നമ്മൾ സ്വീകരിച്ചതല്ല. ഏറിയൻ കോൺട്രവേഴ്സിയിലോ യൂത്തിക്കസ് കോൺട്രവേഴ്സിയിലോ നെസ്റ്റോറിയൻ കോൺട്രവേഴ്സിയിലോ നമ്മൾ പാർട്ടിസിപ്പൻസ് അല്ല. സിറിയക് ഓറിയന്റൽ ഫാമിലിയിലുള്ള ഒരു ചർച്ചും അതിൽ പാർട്ടിസിപ്പന്റ് അല്ല. പേർഷ്യയിൽ നിന്നുള്ള ഒരു മാർ യൂഹാനോൻ അതിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കൗൺസിൽസിന്റെ ഡിബേറ്റിനെ എല്ലാം പേർഷ്യൻ ചർച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത്. കാര്യം ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ സംശയമൊന്നുമില്ലെന്ന് പറഞ്ഞു. പേരീസിന്റെ സംശയം എന്താണ്? യേശു ദൈവമാണോ? ജീസസ് ഈസ് നോട്ട് ഗോഡ്, ജീസസ് ഈസ് സെമി ഗോഡ്. അതാണ് ഏരിയസിന്റെ ടീച്ചിങ്. അതിനെതിരായിട്ടാണ് നിക്കിയ വിശ്വാസ പ്രമാണം ഉണ്ടാകുന്നത്. നെസ്റ്റോറിയന്റെ ടീച്ചിങ് എന്താണ്? യേശുവിന്റെ ദൈവികത്വവും മനുഷ്യത്വവും വേറെ വേറെയാണ്. വേറെ വേറെയാണ്. എണ്ണയും വെള്ളവും പോലെ കിടക്കും. രണ്ടും രണ്ടായിട്ട് കിടക്കും, ചേരത്തില്ല എന്നുള്ളതാണ് ടീച്ചിങ്. അതാണ് അവിടുത്തെ തർക്കം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ചൊന്നും സിറിയക് ഓറിയന്റൽ ട്രഡിഷൻ തർക്കിക്കുന്നില്ല. മറിച്ച് അറിയാം ദൈവം എന്താണെന്ന് പൂർണ്ണമായി മനുഷ്യന് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലൈഫിലൂടെയും വർഷിപ്പിലൂടെയുമാണ്. അതിനാണ് സിറിയക് ഓറിയന്റൽ ട്രഡീഷൻ, സിറിയക് ഓറിയന്റൽ ഫാമിലീസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഡിഫറൻസ് ഉണ്ട്, ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. Isn't it there also a tradition that St. Thomas came to India through the sea route and landed at Kodungalur? അത് തീർച്ചയായിട്ടും ആ പോസിബിലിറ്റി ഉണ്ട്. കാരണം ഞാൻ ശുശ്രൂഷ ചെയ്ത ഗുജറാത്തിലെ ഒരു സ്ഥലമാണ് ബറൂച്ച്. ബറൂച്ച് ഒരു ഏൻഷ്യൻ പോർട്ട് സിറ്റിയാണ്. ബറൂച്ച് മാത്രമല്ല, സൂററ്റ്, രണ്ടിടത്ത് ഞാൻ 5 വർഷം ഉണ്ടായിരുന്നതാണ്. ഈ 2 സിറ്റീസും പോർട്ട് സിറ്റിയാണ്. അവിടെ ഏൻഷ്യൻ ടൈമിൽ മുതൽ, അതായത് യേശുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ ട്രേഡ് റിലേഷൻസ് ഉണ്ട്. ആ വെസ്റ്റേൺ കോസ്റ്റൽ, ഞാൻ മുമ്പേ പറഞ്ഞപ്പോ ഈസ്റ്റേൺ കോസ്റ്റൽ ലൈൻ എന്നാ പറഞ്ഞത്, തെറ്റാണ്, ക്ഷമിക്കുക. വെസ്റ്റേൺ കോസ്റ്റൽ ലൈൻ മുഴുവൻ തന്നെ ഈ ട്രേഡ് കണക്ഷൻസ് ഉണ്ടായിരുന്നതാണ്. പറഞ്ഞല്ലോ, ഇൻഡോ പാർത്തിയൻ റീജിയണിൽ അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം അവിടുന്ന് കപ്പൽ മാർഗമായിരിക്കാം കൊടുങ്ങല്ലൂർ എത്തിയത്. നോ മാറ്റർ, കുഴപ്പമില്ല, സാധ്യതയുള്ള കാര്യമാണ്. സിറിയക് ഓറിയന്റൽ വിഭാഗത്തിലുള്ള മറ്റു സഭകൾ ഏതെല്ലാമാണ്? പേർഷ്യയിലുള്ള കാൽഡിയൻ സിറിയൻ ചർച്ച്, പിന്നെ അതിന്റെ പല ഡയസ്പോറ ഫോംസ് പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. അവയൊക്കെയാണ് കാൽഡിയൻ സിറിയൻ ചർച്ചിന്റെ
കാൽഡിയൻ സിറിയൻ ചർച്ചും അതിന്റെ വിവിധ രൂപങ്ങളും ലോകത്തിന്റെ പല ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതാണ് സിറിയക് ഓറിയന്റൽ ചർച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കേരളത്തിൽ തന്നെ ഒരു കാൽഡിയൻ സിറിയൻ ചർച്ച് ഉണ്ട്, പക്ഷെ അത് കൃത്യമായി ശരിയാണ്, അവര് ഡമസ്കസ് ആണ് അവരുടെ ഹെഡ് ഓഫീസ് ഒക്കെ. എന്നിരുന്നാൽ തന്നെയും അവരും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവര് നെസ്റ്റോറിയൻ ലിറ്റർജി സ്വീകരിക്കുന്നുണ്ട്, നമ്മൾ സ്വീകരിക്കില്ല. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ട്രഡീഷനും ഇങ്ങനെ മറ്റ് ട്രഡീഷനുമായി റിലേഷൻ ഇല്ലാതെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ട്രഡീഷൻസ് അല്ല ഇപ്പോൾ. ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, 2000 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാ സഭകളിലും പല സഭകളുടെ ഫെയ്ത്തും കാര്യങ്ങളും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്യുവർ സിറിയക് ഓറിയന്റൽ ഫാമിലി എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല, പ്യുവർ ഓർത്തഡോക്സി എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല, പ്യുവർ കാത്തലിക് അല്ല. എല്ലാം ഒരു എക്യുമെനിക്കൽ റിലേഷനിലാണ് കുറെയൊക്കെ വിശ്വാസ ആചാരപരമായ പല കാര്യങ്ങൾ കൊണ്ടും കൊടുത്തും സ്വീകരിച്ചിട്ടുണ്ട്. Also, there are traditions saying that Bartholomew came to India. So, what's your view? അങ്ങനെ ഒരു ഏൻഷ്യൻ റെക്കോർഡിൽ കാണുന്നുണ്ട്, ഒരു ഏൻഷ്യൻ റെഫറൻസിൽ ബർത്തലോമിയോയെ കുറിച്ച് കാണുന്നുണ്ട്. തോമസ് അല്ല, ബർത്തലോമിയോയാണ് വന്നത് എന്ന്. പിന്നെ തോമസ് ആൻഡ് ബർത്തലോമിയോ ഒരുമിച്ചാണ് വന്നതെന്നുണ്ട്, തോമസ് ആൻഡ് ബർത്തലോമിയോ ബ്രദേഴ്സ് ആയിരുന്നുണ്ട്. അങ്ങനെ പല പല സെയിൻസ് ഉണ്ട്. നമുക്ക് കൺക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ടുള്ളത് സെന്റ് തോമസ് ട്രഡീഷൻ ആണ്. പ്രോമിനന്റ് എന്ന് പറയാൻ കാര്യം, നമ്മൾ മാത്രമല്ല, പേർഷ്യൻ ചർച്ചും മാത്രമല്ല, പുരാതന കാലത്തുണ്ടായിരുന്ന പല ചർച്ച് ഫാദേഴ്സ്, അതായത് മാർ അപ്രേം, അതിനു മുമ്പുള്ള മാർ ജെറോം, ഇങ്ങനെയൊക്കെയുള്ള പല റൈറ്റേഴ്സും ഏർലി ഫാദേഴ്സും സെന്റ് തോമസിനെ ഇന്ത്യയോട് കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതായിരിക്കും ശരി എന്ന് നമ്മൾ അനുമാനിക്കുന്നത്. നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ ഒപ്പീനിയൻസ് അതും ഷെയർ ചെയ്യാം. ചോദ്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ വ്യൂസ് അങ്ങനെയും നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. It is believed by some people that it was not St. Thomas who came here, but Knai Thoman. Is it correct? പറയാൻ പറ്റത്തില്ല. സെന്റ് തോമസ് അല്ല, ക്നായ് തോമനാണ് വന്നത് എന്ന് പറയുന്നവരുണ്ട്. സിറിയൻ ട്രേഡേഴ്സ് ആണ് ഇവിടുത്തെ സഭ സ്ഥാപിച്ചതെന്ന് പറയുന്നവരുണ്ട്. അതിനൊന്നും അങ്ങനെയുള്ള റെക്കോർഡ്സ് വ്യക്തമായി തെളിയിക്കുന്ന രേഖകളില്ല. കൂടുതൽ രേഖകളും കൂടുതൽ പാരമ്പര്യവും സെന്റ് തോമസിനെ കുറിച്ച് തന്നെയാണ്. Thank you. Right. Can we say that the Syriac tradition comes under the Oriental Orthodox? എന്റെ അറിവ് അനുസരിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന സിറിയക് ഓറിയന്റലിനെ പറയുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല. എനിക്കതൊന്ന് റെഫർ ചെയ്തെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓറിയന്റൽ ഓർത്തഡോക്സ് എന്നുള്ളൊരു പ്രയോഗം സിറിയക് ഓറിയന്റൽ ചർച്ചസിനെ സംബന്ധിച്ച് പറയുമോ എന്നുള്ളത് എനിക്കൊന്ന് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. എന്റെ അറിവിൽ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സ്, അവിടുത്തെ ഓറിയന്റൽ എന്ന് പറയുന്നത് ഓറിയന്റ് ഓർ ഈസ്റ്റ് വിത്തിൻ ദി റോമൻ എംപയർ ആണ്. സിറിയക് ഓറിയന്റൽ എന്ന് പറയുന്നത് ഈസ്റ്റ് ഓഫ് ദ ഈസ്റ്റ് ആണ്, അതായത് റോമൻ എംപയറിന്റെയും ഈസ്റ്റ്. TV ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു സാറ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതും നല്ലതാണ്. നിങ്ങൾക്ക് അത് CSS കിട്ടും. മാർത്തോമാക്കാരനാണ്, മരിച്ചുപോയി. TV ഫിലിപ്പ് വലിയൊരു ചർച്ച് ഹിസ്റ്റോറിയൻ ആയിരുന്നു, വെരി ഫേമസ്, പ്രോമിനന്റ്. ഈസ്റ്റ് ഓഫ് ദ യൂഫ്രട്ടീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. സിറിയക് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് കൂടുതൽ വായിക്കാനായിട്ട് അത് നല്ലതാണ്. ഈസ്റ്റ് ഓഫ് ദ യൂഫ്രട്ടീസ്, ഇംഗ്ലീഷാണ്. Yeah.
Is it to affirm that St. Thomas tradition to Indian churches that they are claiming St. Thomas tradition? Is it to affirm the St. Thomas tradition to the Indian churches that they are claiming St. Thomas tradition? ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അങ്ങോട്ട് അത്ര ക്ലിയർ ആയില്ല. Is it to affirm the St. Thomas tradition to the Indian churches that they are claiming St. Thomas tradition? Not very clear to me. അതൊന്ന് പറയാമെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത് മാർത്തോമാക്കാരുടെ മാത്രം ഒരു കുത്തകയായിട്ട് സെന്റ് തോമസ് ട്രഡീഷനെ നമ്മൾ പറയുന്നില്ല. കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവരുടെയും എല്ലാവർക്കും ഓൺ ചെയ്യാവുന്ന ഒരു പാരമ്പര്യമാണ് സെന്റ് തോമസ് ട്രഡീഷൻ. സെന്റ് തോമസ് ആണ് ഞങ്ങളുടെ പേട്രൺ സെയിന്റ്, അല്ലെങ്കിൽ സെന്റ് തോമസ് അപ്പോസ്തലനാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ സ്ഥാപകൻ എന്നുള്ളത്. നദി ഒരു ഉറവയിൽ നിന്ന് ആരംഭിച്ചു, പിന്നീട് പല കൈവഴിയായി പിരിഞ്ഞുപോയി പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ തുടക്കം കർത്താവിൽ നിന്നും കർത്താവിന്റെ ശിഷ്യനായ തോമസ് ലീഹായിൽ നിന്നുമാണ്. അത് ഇഷ്ടമുള്ളവർക്കെല്ലാം ക്ലെയിം ചെയ്യാം. പെന്റിക്കോസ്റ്റൽസ് പോലുള്ളവർക്ക് അത് വലിയ കാര്യമായിരിക്കത്തില്ല, പക്ഷെ ഇഷ്ടമുള്ളവർക്കെല്ലാം ക്ലെയിം ചെയ്യാവുന്ന ഒരു ട്രഡീഷനാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദി അപ്രീസിയേഷൻസ്. വേണ്ടി പ്രാർത്ഥിക്കുക. കൂടുതൽ ശാന്തതയോടുകൂടെ കാര്യങ്ങൾ പറയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ വളരെ വളരെ വികാര വിക്ഷുബ്ധമായി പലരും സംസാരിക്കുന്നതൊക്കെ കാണാറുണ്ട്. അത് അത്യാവശ്യമുള്ള കാര്യമല്ലെന്നാണ് എൻ്റെ വിചാരം. ഡിഫറൻസസ് ഉണ്ടാവാം, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറയാം, പക്ഷെ എൻ്റെ പൊസിഷൻ ഇതാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മറ്റൊരാളത് അംഗീകരിച്ചേ പറ്റൂ എന്ന് സാക്ഷ്യം പിടിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. താങ്ക് യു ഫോർ ദ കമന്റ്സ്, താങ്ക് യു ഫോർ ദി അപ്രീസിയേഷൻ. ഹലോ അച്ഛാ, അശ്വിനാണേ. അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമ്മുടെ സഭയില് ഇപ്പൊ അച്ഛന്റെ ക്ലാസ് വെച്ച് നമ്മുടെ ഐഡിയോളജി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെയ്ത്ത് ഐഡന്റിഫിക്കേഷന്റെ ഒരു ടോപ്പിക്ക് വന്നേക്കുന്നത് ലൈക്ക് വി ആർ പാർട്ട് ഓഫ് ദ സിറിയക് ഓറിയന്റൽ ട്രഡീഷൻ. അപ്പം അതിന്റെ ഒരു തിയോളജി ഒക്കെ ആയിരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രീതി നിൽക്കുമ്പോൾ നമ്മുടെ സഭ ഇപ്പം നമ്മുടെ ചേർച്ചായിട്ട് ഫ്രം എൻ എക്യൂമെനിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പല സഭകളുമായിട്ട് ഡയലോഗ്സ് നടക്കുന്നുണ്ട്. ആ രീതിയിൽ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നുണ്ട്. എനിക്ക് അറിയേണ്ടത് ഈ നമ്മുടെ ഇങ്ങനത്തെ നമ്മുടെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴേലും നമ്മളെ ഹിൻഡർ ചെയ്യുമോ വേറൊരു എക്യൂമെനിക്കൽ റിലേഷൻ ഫോം ചെയ്യാൻ? സോ ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ച് ദിസ് സംതിങ് ദാറ്റ് ഐ സ്ട്രഗിൾ വിത്ത് is how can the Marthoma Church have a full communion with the Anglican Church and the CSI and the CNI? I struggle with it because I'm trying to learn myself. I'm not saying that I agree to it or disagree to it, but normally when we look at ecumenical relationships or church bodies like the Eastern Orthodox Communion or the Oriental Orthodox Communion, they are a group of churches who kind of, at least they have something common amongst themselves. So I try and understand how are we in common with certain traditions, but we are in communion with them. Ashwin, where are you now? I'm in the UK. Okay, so you know more about Anglican tradition, and that may be the reason which confuses you. Okay, I understand the problem. I really guess some of the points that really troubles all of us. Actually, ഈ ഒരു ഫുൾ കമ്മ്യൂണിയൻ ഉണ്ടാകുമ്പോൾ ആംഗ്ലിക്കൻ ചർച്ച് ഇന്ന് എടുത്തിട്ടുള്ള പല ലിബറൽ പൊസിഷൻസും അന്ന് എടുത്തിട്ടില്ല. എൻ്റെ ഓർമ്മയില് 1953 ഇത്തരം ഒരു ഫുൾ കമ്മ്യൂണിയനിലേക്ക് നമ്മൾ നോക്കുക. Then the Anglican Church did not have these kinds of liberal positions. അതിനുശേഷം എന്നാൽ പിന്നീട് ആംഗ്ലിക്കൻ ചർച്ചിലുണ്ടായ മറ്റു പല ഡെവലപ്മെന്റ്സിനും അനുസരിച്ച് നമ്മളൊരു ഫുൾ കമ്മ്യൂണിയൻ
നെ കുറിച്ച് പിന്നീട് കൺസിഡർ ചെയ്യാതിരുന്നതിന്റെ റീകൺസിഡർ ചെയ്യാതിരുന്നതിന്റെ കാര്യം നമ്മളുടെ ആംഗ്ലിക്കൻ ചർച്ചുമായിട്ടുള്ള കമ്മ്യൂണിയൻ എന്നുള്ളത് കുറച്ചുകൂടെ വിതിൻ ഇന്ത്യയാണ്, മെയിൻലി വിത്ത് CNI ആൻഡ് CSI ചർച്ചസ്. അത് പിന്നീട് അങ്ങനെ ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് ഫ്ലറിഷ് ചെയ്തില്ല, ചെയ്യേണ്ട ഒരു നീഡ് വന്നില്ല. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ആംഗ്ലിക്കൻ ചർച്ചുമായിട്ട് നമ്മൾ ഒരു ഇന്റർ കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയപ്പോൾ അത് ഇൻ എഫക്ട് വന്ന് വീണത് CSI CNI ചർച്ചുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. അതിപ്പോഴും ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. CSI CNI ചർച്ചസ് ആക്ച്വലി ആംഗ്ലിക്കൻ ചർച്ചിന്റെ എല്ലാ ലിബറൽ പൊസിഷനും സോഫാർ സ്വീകരിച്ചിട്ടില്ല. ആ ഒരു ഇതനുസരിച്ച് നമ്മുടെ ആ ഒരു കമ്മ്യൂണിനകത്ത് വലിയ പ്രോബ്ലം ഇല്ല സോഫാർ. എന്നാൽ അശ്വിൻ പറഞ്ഞത് വളരെ, ഞാൻ മനസ്സിലാക്കുന്നു, വളരെ ഗൗരവമായ ഒരു ഇഷ്യൂ ആണ്. നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയമാണ്. ആംഗ്ലിക്കൻ ചർച്ചിന്റെ ലിബറൽ പൊസിഷൻ മാത്രമല്ല, ഹൈ ആംഗ്ലിക്കൻ ചർച്ചിന്റെ പല ട്രഡീഷൻസും നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല. അവർക്ക് മദർ മേരി ഉണ്ട്, ഇന്റർസെഷൻ ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അതെല്ലാം ഒന്നും മാർത്തോമാ ചർച്ച് ഹോൾഡ് ചെയ്യുന്നില്ല. ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഇപ്പോഴത്തെ ലിബറൽ പൊസിഷൻ, ട്രാൻസ്ജെൻഡർ, ഓർഡിനേഷൻ, ഹോമോസെക്ഷുവാലിറ്റി, ലെസ്ബിയനിസം, ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ആ ഡിഫറൻസസ് എല്ലാം നിലനിൽക്കും. നിലനിൽക്കുമ്പോൾ തന്നെ, പക്ഷെ അത് 1953 സിറ്റുവേഷൻ അതായിരുന്നില്ല. എങ്കിലും നമുക്ക് ഒരു എക്യുമെനിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സഭയുമായി നമ്മൾ ആ സമയത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ അത് ഫ്ലറിഷ് ചെയ്യുന്നു CSI CNI സഭകളുമായിട്ടുള്ള കണക്ഷനിൽ. ഔട്ട്സൈഡ് ഇന്ത്യ നമ്മളത് ഇപ്പോഴും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് UK നമുക്കിപ്പോ ചർച്ചകളാണ്, അല്ലാതെ നമ്മൾ ആംഗ്ലിക്കൻ ചർച്ചിനോട് ചേർന്നോളാൻ ആരോടും പറയുന്നില്ല. താങ്ക് യു അശ്വിൻ. Thank you, Jasni. There is also a saying that Alex the Menesis was given gold coin inside a ricotta to convert him into a Roman Catholic. How much relevant is? അത്തരം ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാൻ നമ്മൾ അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അലക്സിസ് ഡി മെനസിസും കാർമലൈറ്റ് മിഷണറീസും ഒക്കെ പല രീതിയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സഭാചരിത്രം പറയുമ്പോൾ എന്റെ ഒരു പൊസിഷൻ, അല്ലെ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്, വേറെ ഒരു ചർച്ചിനെയും ഹർട്ട് ചെയ്തോണ്ടോ ഇൻസൾട്ട് ചെയ്തോണ്ടോ പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. മറ്റു പലരും ആ ഒരു മര്യാദ കാണിക്കാറില്ല. സഭാചരിത്രം പറയുമ്പോൾ മറ്റു സഭക്കാർ പലപ്പോഴും ആ ഒരു മര്യാദ കാണിക്കാറില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ പോളിസി അതല്ല. മാർത്തോമാ ചർച്ചിന് ഒരു യൂണീക് ട്രഡീഷൻ ഉണ്ട്. മാർത്തോമാ ചർച്ചിന് ഒരു യൂണീക് മാർത്തോമാ കൾച്ചർ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യാനൊന്നും പോകുന്നത്. ഡിഫറൻസ് നമ്മൾ പറയും, അത് പറയേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലാകണം വാട്ട് വി ആർ. അതുകൊണ്ട് ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പറയും, പ്രോബ്ലം എന്താണെന്ന് നമ്മൾ പറയും. അതിനപ്പുറത്തോട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. അതിലൊക്കെ ഉപരിയായി ട്രേഡ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആയിരുന്നു. നമുക്കിപ്പോ ഒത്തിരി എവിഡൻസസ് ആ തരത്തിലുണ്ട്. പെപ്പർ ട്രേഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പോർച്ചുഗീസുകാരുടെ കൂടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. നേരത്തെ ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യൻസ് കുരുമുളക് കച്ചവടവും സ്പൈസസും ഒക്കെ വിറ്റുകൊണ്ടിരുന്നത് അറബികൾക്കായിരുന്നു. പക്ഷെ പോർച്ചുഗീസുകാർ വന്നിട്ട് അറബികളെ വല്ലാണ്ട് ഉപദ്രവിച്ച് അവർക്ക് ഭയമായി, അവർക്ക് പ്രയാസമായി ഇവിടെ സർവൈവ് ചെയ്യാൻ. അതുപോലെ ആക്കിക്കളാം. പിന്നെ ആകെ ഉള്ളത് പോർച്ചുഗീസുകാരാണ്. അവർ വില തരത്തില്ല, അവർ കളിപ്പിക്കും, എല്ലാ തരത്തിലും ദ്രോഹിക്കുന്നവരാണ്. അവര് പള്ളികളെല്ലാം പിടിച്ചെടുത്ത് അവരുടെ വെയർ ഹൗസസ് ആണ്, കുരുമുളക് ശേഖരിക്കുന്ന സ്ഥലങ്ങളാക്കി തീർന്നു. മാത്രമല്ല അവിടെ അടിമകളെ പാർപ്പിച്ചു. വാസ്തവത്തിൽ സിറിയൻ ക്രിസ്ത്യൻസിനെ കൊണ്ട് അടിമകളെ സ്വീകരിക്കുകയും ഒക്കെ, അല്ലെങ്കിൽ അടിമത്ത വ്യാപാരത്തിലും അടിമ ഉപയോഗത്തിലും സിറിയൻ ക്രിസ്ത്യൻ ഏർപ്പെടാൻ കാരണമായി തീർന്നത്
പോർച്ചുഗീസ് സമ്പർക്കമാണെന്ന് ആണ് എൻ്റെ ഒരു ഊഹം. അത് ഹിസ്റ്റോറിക്കലി കൺക്ലൂസീവായി ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിറിയൻ ക്രിസ്ത്യൻസ് അടിമകളെ ഓൺ ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്തു പിൽക്കാലം. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള ഒരു കാരണം ഈ ട്രേഡ് കണക്ഷൻസ് ആവാൻ സാധ്യതയുണ്ട്. അന്വേഷിക്കേണ്ടതാണ്, എക്സ്പ്ലോർ ചെയ്യേണ്ട. ഹിസ്റ്ററി താല്പര്യമുള്ളവർക്കൊക്കെ പഠിക്കാവുന്ന, റിസർച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അലക്സിസ് ഡി മെനസിസും കാർമലൈറ്റ് ജെസ്യൂട്ട് മിഷണറിമാരും ഒക്കെ പല ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് ആളുകളെ കാത്തലിക്കിലേക്ക് കൊണ്ടുപോകാൻ. അതിലൊക്കെ ഉപരിയായി അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ വളരെ പവർഫുൾ ആയിരുന്നു. ആരും അങ്ങോട്ട് പോകുമായിരുന്നു. ഏറ്റവും രസകരമായ ഒരു കാര്യം, സിറിയൻ ക്രിസ്ത്യൻസിന് 1653 ആന്തിയോക്യൻ കൈവപ്പ് കിട്ടി, മെത്രാൻ ഉണ്ടായി. പക്ഷെ മെത്രാൻ എവിടുന്ന് വേണം? മെത്രാൻ പകലോമറ്റം കുടുംബത്തിൽ നിന്ന് തന്നെ വേണം. സിറിയൻ ക്രിസ്ത്യൻസിന് നിർബന്ധമാണ്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പകലോമറ്റം കുടുംബം മുഴുവൻ കാത്തലിക് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ ട്രഡീഷൻ നിലനിർത്താൻ വേണ്ടി മാത്രം പകലോമറ്റത്തെ ഒരു ഫാമിലിയോ വല്ലതും അല്ലാതെ നിന്നിട്ടുണ്ടാവാം. പക്ഷെ റിലേഷൻഷിപ്പ് മുഴുവൻ കാത്തലിക്കിലാണ്. അപ്പോൾ എപ്പോഴും ഈ ചർച്ചിന് കിട്ടുന്ന മെത്രാൻ എന്ന് പറയുന്നത് ഒരു കാത്തലിക് ഇൻക്ലിനേഷൻ ഉള്ള മെത്രാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മെത്രാന്മാരും കാത്തലിക് ആകാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഈ ആൾക്കാരെല്ലാം കൂടെ പിടിച്ചു നിർത്തും. ഇതായിരുന്നു പതിവ്. ഓക്കെ, മറ്റെന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇനിയുണ്ടോ? Shibu George, thank you. Hello, Achu. Yes. Achu, this is Lifton from Pune. Achan, Lifton from Pune. Pune. Yeah. Okay. Achan, തോമസ് ലീഹ കേരളത്തിൽ വന്നതിന് ശേഷം അച്ഛൻ പറഞ്ഞതുപോലെ ഈ പകലോമറ്റം, ശങ്കരപ്പുരി ഇങ്ങനത്തെ കുടുംബങ്ങളെ ഒക്കെ ലൈക്ക് ഫോർ കൺവേർട്ടിങ് he had done an act. ഒരു jar of water he had threw it up in air and it stayed there. അത് താഴോട്ട് വന്നില്ല. സോ ഈ ഒരു കാര്യം ഇത് ഇങ്ങനെ there's a saying like this. So ഇതിന്റെ ഒരു authenticity എത്രമാത്രം ഉണ്ട്? Because I have heard this in my Sunday school, but after that I have not heard about this thing. The proof that he did such miraculous things. ഈ സ്റ്റോറി പറയുന്നത് പലപ്പോഴും it is mostly to prove that Christian apostle was superior to Brahminic ritualism. So Brahmin used to wash themselves in the pond related to the temple, and they threw water as part of their prayer. Then Thomas asked, if you are praying, why God is not accepting the water? Why it is coming down? And he said it is the natural thing. Then Thomas said, no. If I pray, my God accepts the prayer. So I can show you this. And he threw the water and it didn't come down. So the Brahmins believe. This is actually most probably a later on addition or development to show the superiority of Christian apostolic. But rather, I would say the Gondopharos story may be more important for us as a mission spirit, where he was given money to make a palace, which he didn't use for making palace. Instead, he shared it with poor people, taking care of them, and spent the money in that way. That is a book. It is a written book. Of course, it is a story, but it is available as a book. Okay, that tradition may be more relevant for us. Instead of proving our superiority, better prove our service and responsibility in mission
to other communities. So അതിന്റെ ഒരു authenticity നമുക്ക് പറയാൻ പറ്റത്തില്ല. We cannot conclusively prove its authenticity, the authenticity of that story of water. But even without that, St. Thomas tradition and Christian tradition is very important because of its mission. That's my point. Okay, thank you. തോമസ് ലീഹ യേശുവിനെ പോലെ തച്ചൻ ആയിരുന്നു. യേശുവിന്റെ മരണശേഷം മീൻ പിടിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ അല്ലേ തോമസ്? ഇത് നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തോമസിന്റെ ഒരു തൊഴിൽ എന്തായിരുന്നു എന്നുള്ളത് ഈ ഗോണ്ടഫോറസ് സ്റ്റോറിയിലാണ് തോമസ് ഒരു തച്ചനായിരുന്നു എന്നുള്ള കാര്യം വരുന്നത്. അല്ലാതെ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല. അതുകൊണ്ട് തോമസ് ഒരു കാർപ്പൻറ്റർ ആയിരുന്നു, അതുകൊണ്ടാണോ അബാൻ കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് കൃത്യമായ ഉത്തരം പറയാനില്ല. ബൈബിൾ റെഫറൻസ് ആ തരത്തിൽ നമുക്കില്ല. യേശുവിന്റെ എന്റെ മരണശേഷം മീൻ പിടിക്കാൻ പോയവരെല്ലാം മീൻപിടുത്തക്കാരായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ഫെലോഷിപ്പ് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലായിരിക്കും. നമ്മൾ പല കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്യുന്നത്, ഒരു ജോയിന്റ് വെഞ്ചർ എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് മീൻ പിടിക്കാൻ പോയി എന്നുള്ളത് കൊണ്ട് മീൻപിടുത്തക്കാരനായിരുന്നു എന്നും പറയാൻ പറ്റില്ല. യേശുവിന്റെ കൂട്ടത്തിലുള്ള പലരും പല ട്രേഡ് ചെയ്യുന്നവരായിരുന്നു. മീൻപിടുത്തക്കാരുണ്ടായിരുന്നിരിക്കാം, മറ്റ് ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ജൂഡാസ് വലിയൊരു സ്കില്ലുള്ള ആളായിരുന്നു എന്നാണ് പറയുന്നത്. ജൂഡാസ് ഇസ്കരിയോത്ത് മീൻസ് കെരിയോത്ത് തോട്ടിന്റെ തീരത്താണല്ലോ ഏരിയാവ് പോയി പാർത്തത്. കെരിയോത്തുകാരൊക്കെ വളരെ ഇൻഡസ്ട്രിയസ് ആയിരുന്നെന്ന് ഒരു ട്രഡീഷണൽ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വളരെ മാനേജ്മെന്റ് സ്കില്ലുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അദ്ദേഹത്തെ തന്നെ പേഴ്സ് ഏൽപ്പിച്ചിരുന്നത്. കാര്യത്തെ നടത്താൻ പ്രാപ്തിയുള്ള ആളായിരുന്നു യൂദ എന്നാണ് ഒരു സ്റ്റഡി പറയുന്നത്. അങ്ങനെ പല സ്കിൽസ് ഉള്ളവരായിരുന്നു. തോമസിന്റേതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അച്ഛൻ കൺക്ലൂഡ് ചെയ്യാം അച്ഛൻ. ഇനി കൂടുതൽ കമന്റ്സ്, ചോദ്യങ്ങൾ, എനിക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങള് മെയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോൺവെർസേഷനിൽ ഏർപ്പെടാം. മെയിൽ ID ഞാൻ ഷെയർ ചെയ്യാം. reverenddeepen@gmail.com എന്നാണ്. റെവറൻഡ് കഴിഞ്ഞിട്ട് REB കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് REV.EAPPEN ആണ്. 2 P ഉണ്ട് എന്റെ പേരിൽ ഇപ്പൊ കാണാം. 2 P REV.EAPPEN@gmail.com. Thank you.